ഹായ് വെൽക്കം ബാക്ക് ടു ടി ആർ ബി എക്സ് പോഡ്കാസ്റ്റ്. സോ ഇതുവരെയുള്ള എപ്പിസോഡ്സിൽ നമ്മൾ പല ഡൊമൈൻസിനെ കുറിച്ച് കണ്ടായിരുന്നു. സോ അതിൽ നിന്നൊക്കെ മാറി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IEDC ആൻഡ് ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ചാണ്. സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ ഉള്ളത് അച്യുതാണ്. ആൻഡ് അച്യുതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ SETCയിൽ IEDC ചാപ്റ്ററിൻ്റെ പല ടോപ്പ് പൊസിഷൻസിൽ ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. സോ ലെറ്റ്സ് മൂവ് ടു ദ എപ്പിസോഡ്. സോ ഹായ് അച്യുത്, വെൽക്കം ടു TRBX Hi, പോഡ്കാസ്റ്റ്. thank you. ഇന്ന് എന്തായാലും ഞാൻ അച്യുതിന് വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബട്ട് അച്യുതിന്റെ സൈഡിൽ നിന്ന് അത് കേൾക്കുമ്പോഴാണല്ലോ നമ്മുടെ ഓഡിയൻസിന് കൂടുതൽ ഒരു ജെനുവിനിറ്റി തോന്നുന്നത്. സോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. Okay. Okay. My name is Achuth Suresh. Now, currently, I'm working as a QA engineer at Cubus. Cubus is a company that Technopark phase. I'm working as a QA engineer. And I joined in back in August of 2021. And prior to that, I mean, before that, I was a student at SETC, College of Engineering student. And I also had the opportunity to be the CEO of IEDC SETCE, which is the Innovation and Entrepreneurship Development Center of SETCE. So yeah, I guess that's pretty much about me. I was just a regular student. College like normal student. I got that opportunity, and later I found myself working in an IT company, and that's all. ഓക്കെ. സോ അതാണ് നമുക്ക് അച്യുതിനെ പറ്റി പറയാനുള്ളത്. സോ എന്തായാലും നമ്മൾ Yeah. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈക്ക് IEDC ആൻഡ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്സിനെ കുറിച്ചാണ്. സോ Hmm. നമുക്ക് എന്തായാലും ക്വസ്റ്റിനോട്ട് പോവാം അല്ലേ? Definitely. Okay. ഓക്കെ. സോ എനിക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാനുള്ളത് ലൈക്ക് ബേസിക് ആണ്. നമ്മൾ കാണുന്ന വ്യൂവേഴ്സിൽ പലർക്കും ഈവൻ നമുക്ക് പോലും കൂടുതലായി IEDC Hmm. കുറിച്ചൊന്നും അറിയത്തില്ല. സോ നമ്മളുടെ ഈ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഈ IEDC എന്താണ്? എന്താണ് ഈ IEDC എന്ന് പറയുന്ന ഒരു Hmm. സെൽ? അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റുഡൻസിന് ഈ IEDC ഓൺടർപ്രണർഷിപ്പിലോട്ട് പോവാൻ സഹായിക്കുന്നത്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? Okay. Okay. First thing, ഇപ്പം മിഥുൻ പറഞ്ഞ പോലെ തന്നെ എന്ന് വെച്ചാൽ ഒരു മെജോറിറ്റി ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഡെഫിനറ്റ് ഐഡിയ ഇല്ല that such a center or such a cell exists within a college അല്ലെങ്കിൽ within our college itself. Maybe അധികം ആർക്കും അറിയില്ലായിരിക്കും. And I think the basic thing that needs to be addressed here is our awareness actually create. So I think ഇപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന ലൈക്ക് പോഡ്കാസ്റ്റ് അത് കേൾക്കുന്ന ആ ഒരു സെഗ്മെന്റ് ആൾക്കാരിലേക്കെങ്കിലും ആ ഒരു ന്യൂസ് ആക്ച്വലി എന്ന് വെച്ചാൽ ലൈക്ക് വാട്ട് ആർ ദ പോസിബിലിറ്റീസ് എക്സിസ്റ്റ് ഫോർ ദം ഫ്രം എൻ എഞ്ചിനീയറിംഗ് പെർസ്പെക്ടീവ്, നോട്ട് ജസ്റ്റ് ഫ്രം എൻ എഞ്ചിനീയറിംഗ് പെർസ്പെക്ടീവ്. അവർ പഠിക്കുന്ന ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആയിക്കോട്ടെ, അതിൽ എങ്ങനെ മാക്സിമം അവർക്ക് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യം rather than just following the trend, അവർക്ക് ഡിഫറെന്റ് ആയിട്ട് എന്ത് കാര്യം ചെയ്യാന്നുള്ളതിന്റെ ഫൈൻ എക്സാമ്പിൾ ആണ് IEDC. സോ ഐ ഹോപ്പ് ദാറ്റ് like these words fall into like more audience, more ആൾക്കാർ കേൾക്കുന്നതിന് എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം ഞാൻ എന്റെ കോളേജിൽ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചതും അതാണ്, കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് പറ്റി കുറച്ച് അവെയർ ആക്കുന്നുള്ളതാണ്. സോ ഐ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ബേസിക് ഇൻട്രോ. നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആസ് വി ഓൾ നോ is an organization that exists to promote new and innovative entrepreneurial ideas. അതിനു വേണ്ടിയിട്ടാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് IEDCs, that is the Innovation and Entrepreneurship Development Centers, are like platforms set up by KSUM under like all professional colleges, not just engineering colleges. That's a very valid thing. Engineering colleges, arts and science colleges, or even management colleges. So ഈ കോളേജസിലെല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് actually IEDCs, that is the Innovation and Entrepreneurship Development Centers. So basically what this IEDCs do from a college perspective, അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡന്റ് പെർസ്പെക്ടീവിൽ എന്താണ് ആ സെന്റർ അല്ലെങ്കിൽ ആ സെല്ല് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് us an exposure. ഇന്ത്യയിൽ ഇപ്പോൾ എക്സ്പോഷർ എന്ന് വെച്ചാൽ ഫ്രം ഒരു entrepreneurial situation or an outside world or outside market, there's a like huge difference between the industry and the academia. നമ്മൾ കോളേജിൽ 4 വർഷം കൊണ്ട് പഠിക്കുന്ന ഒരു കരിക്കുലവും അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ജോലിയും അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ തമ്മിൽ ഒരു വാസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. There's a huge difference between that. നമ്മൾ ജസ്റ്റ് തിയറിറ്റിക്കലി പഠിക്കുന്ന കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ അവിടെ തന്നെ ചെയ്യുന്നത്. സോ the basic idea of IEDCs is to reduce the gap between this. ഇത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു IEDCയുടെ ഒരു മെയിൻ കൺസെപ്റ്റ്. ആൻഡ് ഹൗ ദി ഡു ഇസ്
by providing the students with industrial exposure. അങ്ങനത്തുള്ള വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുക, അങ്ങനത്തുള്ള provide necessary resources for that. And if a student or like any person has an idea, അവർക്ക് അവരുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് തോന്നുകയാണെങ്കിൽ അതിന്റെ എൻഡ് പ്രോഡക്റ്റ് വരെ എത്തിക്കാനുള്ള അതിന്റെ റിസോഴ്സസ്, അതിന്റെ മെന്ററിങ്, അതിന് വേണ്ടിയുള്ള ഡയറക്റ്റീവ്സ് അതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് IDC എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഐ തിങ്ക് ദാറ്റ്സ് ഇൻ എ നട്ട്ഷെൽ. ഒരു നട്ട്ഷെല്ലിൽ പറയുകയാണെങ്കിൽ ആക്ച്വലി പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം for students to actually build upon their innovative ideas, to actually provide continuity to their our innovative process, continuity to reach their end product. ഓക്കെ, തീർച്ചയായും. ലൈക്ക് നമ്മള് ഇപ്പോഴാണ് IEDC കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടുന്നത്. ലൈക്ക് ഈവൻ നമ്മൾ ജോലിക്ക് പോകുമ്പോഴും നമ്മൾ കൂടുതൽ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ അച്യുത് പറഞ്ഞ സെയിം കാര്യം, അതായത് കോളേജിൽ പഠിക്കുന്നതല്ല നമ്മൾ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്. ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അവിടെ പോയിട്ട് കുറെ കാര്യം പഠിച്ചാൽ മാത്രമേ ഒരു ജോലിക്ക് നമ്മൾ കേപ്പബിൾ ആവുന്നുള്ളൂ. അപ്പോ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഓൾസോ നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന സമയത്താണ് ഈ നമ്മളെ പോലുള്ള ആൾക്കാര് കൂടുതലും സ്റ്റാർട്ടപ്സിനെ കുറിച്ചും ലൈക്ക് റിയലി ഇംപ്രസ്ഡ് ആവുന്നത്. ലൈക്ക് നമുക്കും സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ കൊള്ളാം എന്ന് തോന്നുന്നത് ജോലിക്കൊക്കെ കേറി കഴിയുമ്പോഴാണ് നോർമലി. സോ ഈ കോളേജ് ടൈമിലെ നമ്മൾക്ക് ഈ ഒരു എക്സ്പോഷർ കിട്ടുകയാണെങ്കിൽ വളരെ എന്താ പറയാ, നമുക്ക് ലൈഫ് ചേഞ്ചിങ് തിങ് ആണെന്നാണ് എനിക്കും പറയാനുള്ളത്. ആ അത് അത് ശരിക്കും അതുപോലെയാണ്. നമ്മൾ പറയും ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഡിസൈൻ തിങ്കിങ് ഓർ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് നമ്മൾ ആക്ച്വലി ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ. ഇപ്പം ഞാനിപ്പോ ഒരു വർക്കിന്റെ വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വർക്കിനകത്തൊരു സ്പെസിഫിക് ഒരു കാര്യം വരുന്നു, ഒരു ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നു, ആൻഡ് somehow need to solve that. ഒരിക്കലും എന്റെ തിയറിറ്റിക്കൽ നോളജ് വെച്ചിട്ട് ഒരിക്കലും എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഞാനിപ്പോ നാളെ എന്റെ കമ്പനിയിൽ ഒരു ഇഷ്യൂ എൻകൗണ്ടർ ചെയ്യുന്നു. ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന QA ആണ്, ആൻഡ് വി എൻകൗണ്ടർ എന്ന് വെച്ചാൽ ഒരു പുതിയൊരു സാധനം ടെസ്റ്റ് ചെയ്യാൻ തന്നു, വിച്ച് ഐ ഡോണ്ട് നോ. അവിടെ ഒരിക്കലും എനിക്ക് ലൈക്ക് ഓക്കെ എന്റെ 5ാം സെമിസ്റ്ററിലെ ഡേറ്റാബേസ് പുസ്തകം എടുത്ത് ലൈക്ക് നോക്കിയിട്ട് എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. ഓക്കെ വാട്ട് ഐ നീഡ് ടു ഡു. അവിടെ ലൈക്ക് എനിക്ക് റാദർ വേണ്ടതെന്ന് വെച്ചാൽ മേ ബി എനിക്കൊരു സീനിയറിന്റെ ഒരു ഡയറക്റ്റീവ് ആയിരിക്കും വേണ്ടത്. ഇല്ലെങ്കിൽ അവിടെ വരുന്നത് എന്റെ തന്നെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആയിരിക്കും. ഓക്കെ ഐ ക്യാൻ പെർഹാപ്സ് ഡു ദിസ് ലൈക്ക് ദിസ്. എനിക്ക് ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ട്. ഓർ പെർഹാപ്സ് ഐ ക്യാൻ റെഫർ ഇന്നൊരു മെറ്റീരിയൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്നൊരു സർവീസ് വെച്ചിട്ട് ഐ ക്യാൻ ജസ്റ്റ് ബൈപാസ് ദിസ്. സോ അത് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ നോളജ് ആണ്. ദാറ്റ്സ് ഇൻഡസ്ട്രിയൽ നോളജ്. സോ അത് ആക്ച്വലി കിട്ടണമെങ്കിൽ വി നീഡ് എക്സ്പോഷർ റാദർ ദാൻ അക്കാഡമി. നമ്മുടെ ഒരു നോർമൽ കരിക്കുലത്തിന്റെ കാറ്റുള്ള എക്സ്പോഷർ നമുക്ക് ആവശ്യമുണ്ട്. സോ അത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് എനിക്ക് ചോദിക്കാനുള്ള സെയിം ഒരു അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അച്യുത് നേരത്തെ പറഞ്ഞായിരുന്നു IEDCയിലെ ചില ടോപ്പ് പൊസിഷൻസിൽ അച്യുത് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമ്മൾ ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഈ ഒരു ഓൺടർപ്രണർഷിപ്പിന് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ നമ്മൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ? അൺഫോർച്ചുനേറ്റ്ലി ഒട്ടും തന്നെ ഇല്ലെന്ന് വേണം ശരിക്കും പറയാം. ഐ തിങ്ക് നമുക്കറിയുന്നത് വെച്ചാൽ നമ്മുടെ കേരളയിലെ ഒരു എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഓവറോൾ ഇന്ത്യ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ഡെഫിനറ്റ് ആയിട്ട് പറയും, പക്ഷേ വി നെവർ ലാക്ക് എന്താ പറയുക ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഒരിക്കലും നമ്മൾ ലാക്ക് ചെയ്യുന്നില്ല. ഐ തിങ്ക് ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഇറ്റ്സെൽഫ്. നമ്മൾ ഫോർ ഇന്ത്യൻസിന്റെ ഒരു ജനറലി പറയുന്നത് നമ്മൾ പറയും ഓക്കെ വി ഹാവ് ദ റിസോഴ്സ്, നമുക്കൊരു ഇന്റലക്ച്വൽ റിസോഴ്സസ് എന്തായാലും ഉണ്ട്, പക്ഷേ വി റയർലി പുട്ട് ദാറ്റ് ടു യൂസ്. നമുക്കിങ്ങനെ കുറച്ച് നാൾക്ക് മുന്നേ ഉള്ള ഒരു ഇതായിരുന്നു ഇന്ത്യയിൽ like why people are actually preferring to go to abroad to realize their dreams. Like അങ്ങനത്തെ ഫാക്ടർ വന്നിട്ട് നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ആണ്, ഇന്ത്യയിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇസ് ആബ്സല്യൂട്ട്ലി സീറോ. എന്ന് വെച്ചാൽ ഒട്ടും തന്നെ ഇല്ല. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നൊരു കാര്യം തന്നെ വളരെയധികം കുറവാണ്, ആൻഡ് റിസോഴ്സസും കുറവാണ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് പ്രൈമറിലി സ്റ്റാർട്ട് ഫ്രം സച്ച് കോളേജസ് ആൻഡ് ഈവൻ സ്കൂൾസിൽ നിന്ന് തന്നെ ലൈക്ക് ആ ഒരു കണ്ടീഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. റാദർ ദാൻ ജസ്റ്റ് ഫോളോയിങ് എല്ലാവരും ചെയ്യുന്ന ഒരു കൺവെൻഷണൽ പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് കോളേജിലാണെങ്കിലും സെയിം ആണ്. അത് കുറച്ചൊരു സാഡനിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈവൻ ലൈക്ക് ഇപ്പം ഞാനാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇപ്പം എന്റെ കോളേജിലാണെങ്കിൽ പോലും ഞാനൊരു 3rd ഇയർ 4th ഇയർ ഒക്കെ ആയിട്ട് പക്ഷേ എല്ലാവരും ജസ്റ്റ് പ്രൈമറിലി ഫോക്കസ്ഡ് ഓൺ ഓക്കെ പ്ലേസ്മെന്റ്സ്, നല്ല കമ്പനീസ് പ്ലേസ്മെന്റ് കിട്ടണം, നല്ല കമ്പനീസ് കാരണം ആ ഇതിൽ പ്രൊസീജിയർ പോകണം. പക്ഷേ ലൈക്ക് ആരെയും തന്നെ കാര്യം ആദ്യം കണ്ടില്ല. ഓക്കെ എന്റേതായിട്ടുള്ള ഐഡിയ തന്നെ ഫോളോ ചെയ്ത് അതിനെ ബേസ് ചെയ്ത് എനിക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് വളരെ ചുരുക്കം പേര് മാത്രമാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് പ്രൈമറിലി ഡ്യൂ ടു നമ്മുടെ ഒരു കറന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഞാനത് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഭയങ്കര സ്റ്റിൻജന്റ് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ മറ്റൊന്നിനും അധികം സമയമോ അതിനുള്ള ഒരു എന്താ പറയാ സമയമോ ഒന്നും ചെലവഴിക്കാൻ പറ്റാത്ത ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 4 കൊല്ലം കൊണ്ട് ലൈക്ക് നമ്മളിപ്പോ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിച്ചിറങ്ങുകയാണ്. വി മൈറ്റ് ബി ലൈക്ക് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ദ ഹോൾ ടൈം. പക്ഷെ നമുക്ക് നമ്മുടെ അക്കാഡമിയെ വെച്ച് തന്നെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ ഓൾറെഡി ഇൻവോൾവ് ആയിരിക്കും ടു സച്ച് ആൻ എക്സ്റ്റെന്റ് ദാറ്റ് നമുക്ക് വേറൊന്നും
ചിന്തിക്കാനോ അല്ലെങ്കിൽ വേറൊന്ന് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പോ ഒരു ടൈമോ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഡെഫിനറ്റ് ഒരു സെമസ്റ്റർ ആണെങ്കിൽ നമുക്ക് ഇത്രയും പോർഷൻസ് എന്തായാലും വെക്കണം, ഇത്ര പ്രാക്ടിക്കൽ എന്തായാലും വെക്കണം, അതിന് ഇത്ര അറ്റൻഡൻസ് വേണം, അതിന് ഇത്ര ഒരു 3 കോഴ്സ് എക്സാംസ് കാണും, മൈനർ ആദ്യം കുറച്ച് മൈനർ എക്സാംസ്, പിന്നെ വരുമ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റി എക്സാംസ്, സോ മച്ച് ദാറ്റ് നമ്മുടെ ആ ഒരു 6 months ഇപ്പോൾ ഒരു 6 months കിട്ടത്തില്ല, പക്ഷെ ഒരു 5 months എടുക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര ക്രാൻഡ് പറ്റും. ഇതിനിടയിൽ ഐ ഡോണ്ട് തിങ്ക് ഒരു ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ പോലും എനിക്കിരുന്ന് ഓക്കെ ഇങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തോളാം, അതിനെ പറ്റി ഒരു റിസർച്ച് ചെയ്യുക, ഒരു ബാക്ക് സ്റ്റഡി നടത്തുക. ഇപ്പം എനിക്കൊരു ടെക്നോളജി ഇഷ്ടമാണ്, നമ്മുടെ കോളേജിൽ ആക്ച്വലി ചെയ്യുന്നവരുണ്ട്, പക്ഷെ അവർ അത്ര ഓവർ എഫേർട്ട് ഇട്ടാണ് ചെയ്യുന്നത്. അത്ര നാച്ചുറൽ. ഒരാൾക്കൊരു പർട്ടിക്കുലർ സ്കിൽ എന്തെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു സ്പെൻഡ് ടൈം അതർ ദാൻ ദെയർ കരിക്കുലം. അവരുടെ നോർമൽ കരിക്കുലത്തിന് എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അത്ര എഫേർട്ട് ഇട്ട് വേണം അത് പഠിക്കാൻ. അതൊരു നാച്ചുറൽ പ്രോസസ് ആയിട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഐ തിങ്ക് ഒരു നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെയും ഒരു ബേസിക് ഫ്ലോ ഉണ്ട് അവിടെ. നമ്മള് തീർച്ചയായിട്ടും നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡ്സിൽ ലൈക്ക് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തെ കുറിച്ച് ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ CA കുറിച്ചൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. സോ ഈ ഓരോ എപ്പിസോഡിലും നമ്മൾ കൂടുതൽ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ്. സോ ലൈക്ക് നമ്മൾ എപ്പോഴും സ്ഥിരം പറയുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പോൾ CAയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി നമ്മൾ സംസാരിച്ചത് ലൈക്ക് ഒരു പേഴ്സണിനെ നമ്മൾ ഈ കരിയർ പാത്ത് ചൂസ് ചെയ്യുന്ന സ്ഥലം ലൈക്ക് പ്രോബബ്ലി 11th ലൈക്ക് നമ്മൾ കൊമേഴ്സ് എടുക്കണോ സയൻസ് എടുക്കണോ, ആ ഒരു ഹ്യൂജ് ഇമ്പാക്ട് വരുന്നത്. നമ്മളുടെ ഒക്കെ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പാടുപെട്ട ഒരു കാര്യം ലൈക്ക് നോർമലി ഞാനും എൻ്റെ കൂടെയുള്ള ആൾക്കാരും പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരും ലൈക്ക് സയൻസ് എടുക്കുക. നമ്മൾ 90% മാർക്ക് ഉണ്ടെങ്കിൽ യു ഗോ ടു സയൻസ്, ഇഫ് യു ആർ ലെസ് യു ഗോ ടു കൊമേഴ്സ് ഓർ എൽസ് യു ഗോ ടു ഹ്യൂമാനിറ്റീസ്. ആ ഒരു റേഞ്ച് നമ്മൾ, എനിക്ക് തോന്നുന്നു ഇപ്പോഴതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴത്തുള്ള ഉണ്ട്. ലൈക്ക് ഉണ്ട്, അതിൽ തീർച്ചയായിട്ടും ചേഞ്ചസ് ഉണ്ട്. സോ അത് മാത്രമല്ല എഡ്യൂക്കേഷൻ ഈസ് ഫുള്ളി നേരത്തെ അച്യുത് പറഞ്ഞതുപോലെ തിയററ്റിക്കൽ സ്റ്റഡിയാണ് നമ്മൾ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് എപ്പോഴും. സോ അതിൽ എപ്പോഴും ചേഞ്ചസ് ലൈക്ക് ലൈഫ് സ്കിൽസ് ആയിട്ടുള്ള ചില ലൈക്ക് എലക്റ്റീവ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും നമ്മളുടെ എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിരിക്കും. സോ അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ലൈക്ക് നമ്മളെ ഈ ഒരു അച്യുതിന്റെ അഭിപ്രായത്തിൽ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഓൺടർപ്രണർഷിപ്പ് വ്യൂ പോയിന്റിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്ന ലൈക്ക് ഫ്യൂ ചേഞ്ചസ് ഇഫ് യു ലൈക്ക് ടു ചേഞ്ച് സംതിങ്, എന്തൊക്കെ ചേഞ്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആഡ് ചെയ്യുക? ഓക്കെ, ഇത് ഭയങ്കര ഒരു പേഴ്സണലൈസ്ഡ് ഒപ്പീനിയൻ ആയിരിക്കും ഞാൻ മേബി പറയുന്നത്, പക്ഷേ ഐ ഡോണ്ട് നോ ഇഫ് ഐ എം ക്വാളിഫൈഡ് ടു ഡു ദാറ്റ്. പക്ഷേ എന്റെ ഏറ്റവും മിനിമൽ എക്സ്പീരിയൻസിനകത്തും എന്റെ മിനിമൽ അണ്ടർസ്റ്റാൻഡിങ്ങിനകത്തും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ടു ഓപ്ഷൻസ്. ഐദർ നമുക്ക് ഇത്രയും കണ്ടന്റ് ഓക്കെ ആണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 56 പേപ്പേഴ്സിനുള്ള കണ്ടന്റ് ആക്ച്വലി ചെയ്യുന്നുണ്ടെങ്കിൽ ഗിവ് ഡ്യൂ ടൈം ടു ദാറ്റ് എന്ന് വെച്ചാൽ അതിനെ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഫാസ്റ്റ് പേസിനകത്ത് തീർക്കാതെ ഗിവ് ഡ്യൂ ടൈം ടു ദാറ്റ്. ടു സച്ച് എൻ എക്സ്റ്റെന്റ് ഒരു സബ്ജക്ട് ആക്ച്വലി പഠിക്കുകയാണെങ്കിൽ റാദർ ദാൻ അതിനെ ജസ്റ്റ് ഒരു വായിച്ച് തീർക്കുന്നതിന്റെ അപ്പുറം അതിനെ ബേസ് ചെയ്തുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു സിമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ, പക്ഷേ ഞാൻ അതാണ് പഠിച്ചത്. ഞാനിപ്പോ ഒരു ഡേറ്റാബേസ് സംതിങ് ഒരു ഇത് പഠിക്കുന്നു, ഞാനിപ്പോ ഒരു പേപ്പർ പഠിക്കുന്നു, സംതിങ് ലൈക്ക് ജാവ പ്രോഗ്രാമിംഗ് കംപ്ലീറ്റ് പഠിക്കുന്നു. അവിടെ എനിക്കൊരു തിയററ്റിക്കൽ നോളജിനെ കാട്ടി ജസ്റ്റ് പ്രൊവൈഡ് റാൻഡം എക്സസൈസസ്. ഓക്കെ, ഇങ്ങനെ തന്നതായിട്ട് നമ്മൾ ജാവ പ്രോഗ്രാമിംഗ് വെച്ച് ചെയ്ത് നോക്കാൻ ലൈക്ക് ചെറിയ ചെറിയ പ്രോജക്ട്സ്, അതും എൻഫോഴ്സ് ചെയ്യാതെ ഒരു ഐഡിയ കൊടുത്ത് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കൊടുത്താൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടിയാണ്. ഐ തിങ്ക് ലൈക്ക് നമ്മുടെ പ്രോജക്ട് ടൈമിലാണ് നമ്മളൊരു ആക്ച്വൽ ഹാൻഡ്സ് ഓൺ ആയിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്. ആ സമയത്ത് പഠിച്ചിട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതിന് മുന്നേ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പോസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സംതിങ് ലൈക്ക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ദിസ് വാസ് സംതിങ് ഐ ഹാഡ് പ്ലാൻ ടു ഡു. ഞാൻ ലൈക്ക് ഇപ്പം IEDCയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്നല്ല, അല്ലെങ്കിൽ തന്നെ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. വിത്തിൻ കോളേജ് നമുക്ക് സ്പെസിഫിക് ഗ്രൂപ്പ്സ് വേണം. അത് നോട്ട് ഹാൻഡിൽ ബൈ ടീച്ചേഴ്സ് ബട്ട് ഹാൻഡിൽ ബൈ സ്റ്റുഡൻസ് സെൽഫ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ടു ലേൺ സ്കിൽ. അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ എനിക്ക് ലൈക്ക് കുറച്ച് സീനിയേഴ്സ് ഉണ്ടായിരുന്നു ലൈക്ക് റിയലി സ്കിൽഡ് പ്രോഗ്രാമിംഗ് നല്ല രീതിയിൽ സ്കിൽഡ് ആയിട്ടുള്ള വെച്ചാൽ ഫസ്റ്റ് ലെവലിന്റെ കോമ്പറ്റേറ്റീവ് കോഡിംഗ് വരെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് ദേ ലേൺ ദാറ്റ് സ്കിൽ. അവർ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ സ്കില്ല് പഠിച്ചിട്ടുള്ളത്. പക്ഷേ അവർക്കൊരു പ്ലാറ്റ്ഫോം കൊടുക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മേബി ഒരു 30-40 സ്റ്റുഡൻസ്, പക്ഷേ അക്രോസ് ദ കോളേജ് കോളേജ് കംപ്ലീറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 30-40 സ്റ്റുഡൻസ് ഒരു ഡെയിലി ഒരു 1 hour ലൈക്ക് സ്പെൻഡ് ചെയ്ത് അവരുടെ കുറച്ച് കുറച്ചായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക.
You start from maybe ഒരു ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്താൽ മതി. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്യുന്നു അൺടിൽ ദിസ് പീരീഡ്. എന്ന് വെച്ചാൽ ഒരാൾ മാത്രമായിരിക്കില്ല സ്കിൽഡ് ആയിട്ടുള്ളത്. പക്ഷേ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു 3-4 പേര് കാണും. അവർക്ക് എല്ലാവർക്കും ആസ് റിസോഴ്സ് പേഴ്സൺസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അവർ ജസ്റ്റ് നോർമൽ ആയിട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു 1 അവർ ഡെയിലി ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു. നമ്മുടെ കോളേജിനകത്ത് തന്നെ ഒരു ക്ലാസ് റൂം മതി. ആഫ്റ്റർ നമ്മുടെ ക്ലാസ് ടൈം ജസ്റ്റ് ഒരു ക്ലാസ് റൂം മതി. അവിടെ ജസ്റ്റ് അവരുടെ അവരുടെ ഇൻപുട്സ് കൊടുക്കുന്നു. ഓക്കെ, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദിസ് ഇസ് ഹൗ യു കൻ ലേൺ ദിസ്. ഒരു 1 അവർ പീരീഡ് അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നു. ആൻഡ് ബൈ ദ ടൈം ദാറ്റ് പേഴ്സൺ കംപ്ലീറ്റ്സ് മേ ബി സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഹിൽ ഹാവ് ഇനഫ് റിസോഴ്സസ്. അവന് തന്നെ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഇങ്ങനെ റിസോഴ്സസ് എന്തെങ്കിലും കാണും. ആൻഡ് അത് ഒരു സ്കില്ലായിട്ട് ഡിഫൈൻ ചെയ്യരുത്. കാരണം നമ്മുടെ കോളേജ് നോക്കുകയാണെങ്കിൽ ദർ മൈ ബി പീപ്പിൾ വിത്ത് എൻ നമ്പർ ഓഫ് സ്കിൽസ്, കുറെ അധികം സ്കിൽസ് ഉള്ളവരുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഒരു സ്പെസിഫിക് ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുക. ഓരോ ബ്രാഞ്ചിനും അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിനും സ്പെസിഫിക് ആയിട്ട് ഓക്കെ ഇന്ന സ്കിൽ. ഇപ്പം ചിലർ ഇല്ലസ്ട്രേറ്റർ അല്ലെങ്കിൽ ചില ഡിസൈൻ നല്ലോണം ചെയ്യുന്നവരുണ്ട്. അവർക്ക് അവരുടെ ഐഡിയാസ് വേറെ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയ ഇറ്റ്സ് റിയലി നൈസ്. ഇപ്പൊ ഒരു 5 പേര് IDC ആക്ച്വലി ചെയ്ത് കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, നമുക്ക് പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാൻ അത്യാവശ്യം നല്ല പാടായിട്ടുള്ള കാര്യമാണ്. സോ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്നതിന് പത്മേഷ് ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ കുറച്ച് പേരിലേക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പം അവനൊരു 4th ഇയർ എത്തിയപ്പോഴേക്ക് വാട്ട് ഹി ആക്ച്വലി ഡിഡ് ഇസ് നമ്മുടെ ജൂനിയേഴ്സിൽ ഒരു 2-3 പേരെ വെച്ചിട്ട് ഇത് സ്റ്റാർട്ട് അവർക്ക് അവൻ ചെയ്ത കാര്യം അവൻ ജസ്റ്റ് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ദിസ് ഇസ് ഹൗ യു ക്രിയേറ്റ് ഒരു ബേസിക് പോസ്റ്റർ. ഒരു ബേസിക് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് ദീസ് ആർ ദ നോംസ് ദാറ്റ് വി നീഡ് ടു ഫോളോ. ദിസ് ഇസ് ഹൗ യു ക്രിയേറ്റ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഈ രീതിയിലാണ്. അത് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ ആ രീതിയിൽ he just gave directives to a few interested juniors, and അവൻ 4th ഇയർ പാസ്വേഡ് ഇറങ്ങിയപ്പോഴേക്കും these juniors were able to carry forward that. അവിടെ പിന്നെ ഒരാളെന്നുള്ളത് ഇവൻ പറഞ്ഞു കൊടുത്ത 3-4 പേർക്കാണെങ്കിൽ 4 പേർക്ക് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതായി. അതേ 4 പേര് അവർക്ക് ജൂനിയേഴ്സ് ആയിട്ടുള്ള ഒരു 20 ആൾക്കാരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ there are 20 people who are equipped with this. ആ ഒരു സ്കില്ല് എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു 20 പേരെ കിട്ടും. സോ ആ രീതിയിൽ ഇറ്റ്സ് മോർ ലൈക്ക് സ്കിൽ ഗ്രൂപ്പ്സ്. ആ ഒരു സ്കിൽ ഗ്രൂപ്പ് ഒരു സ്പെസിഫിക് സ്കിൽ ഗ്രൂപ്പ് ഫോം ചെയ്യുക എന്നുള്ളത് വാസ് ആൻ ഐഡിയ. ആൻഡ് that is something that should be important with our current education system. ഓക്കെ. അത് എന്തായാലും പുറത്തുള്ള colleges, yeah, സോ പറഞ്ഞോ. ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും അച്യുത് പറഞ്ഞ ആ ഒരു ഐഡിയ അതെനിക്ക് റിയലി ഇൻട്രസ്റ്റഡ് ആയി. ഇപ്പൊ ഇതേപോലത്തെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കിൽസ് നമ്മളുടെ ഇടയിൽ തന്നെ ക്രിയേറ്റ് വരാൻ പറ്റുകയാണെങ്കിൽ അത് പാസ് ഓൺ ചെയ്ത് പോകുമ്പോൾ റിയലി ഒരു വലിയ ഒരു ഫാമിലി തന്നെ ഒരു ഫാമിലി ട്രീ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് Yeah, തീർച്ചയായിട്ടും. definitely. സോ അത് വളരെ I ഇൻട്രസ്റ്റിംഗ് think ഐഡിയ ഈ ആണ്. പുറത്തുള്ള colleges ഒക്കെ ആണെങ്കിലും I think if we take നമ്മുടെ ലീഡിങ് പുറത്തുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ എടുത്താലും they have ഇങ്ങനത്തുള്ള പ്രാക്ടീസസ് അവിടെ ഭയങ്കര പ്രൊഡോമിനന്റ് ആണ്. പക്ഷെ അവിടെ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് rather than just relying just upon ടീച്ചേഴ്സിനെ മാത്രമല്ലാണ്ട് we should actually find other means of നമുക്ക് സ്കിൽസ് ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറെന്റ് അധികം മീഡിയംസ് വേണം. അപ്പൊ അത് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമുക്ക് മുന്നേ പഠിച്ച ഒരാൾ തന്നെ ആയിരിക്കും നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരാൻ പറ്റുന്നത്. അതെ, So I think that തീർച്ചയായിട്ടും. should be encouraged. Yeah. അതെ. നോർമലി നമ്മളെല്ലാരും കേട്ട് വരുന്നൊരു കാര്യമാണ്. എല്ലാരും മാത്സ് പാടാണ്, പാടാണ് എന്ന് പറയുന്നത്. സോ അതില് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, നോർമലി നമ്മളെപ്പോഴും ഒരു സബ്ജക്റ്റ് വെറുക്കുന്നത് എനിക്ക് പറ്റത്തില്ല എന്ന് തോന്നുന്ന ആ ആ പഠിപ്പിക്കുന്ന ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എപ്പഴും. ടീച്ചറ് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നമുക്ക് ടീച്ചർ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടപ്പെടും. ഇല്ലാന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തത്. സോ അത് ഇപ്പൊ അച്യുത് പറഞ്ഞതില് നമുക്ക് പറഞ്ഞു തരുന്ന ആൾക്ക് ലൈക് എല്ലാവർക്കും ഒരു ഗുഡ് ടീച്ചർ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയൊരു നോളജ് ബേസ് ഉണ്ടെങ്കിലും പഠിപ്പിക്കാനുള്ള ഒരു സ്കിൽ അത് ഡിഫറെന്റ് ആണ്. സോ ആ പഠിപ്പിച്ചു തരുന്ന രീതി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് നോർമലി ആ ഒരു സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് വരും. സോ നേരത്തെ അച്യുത് പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു ഗ്രൂപ്പ്സ് ഉണ്ടാക്കുമ്പോൾ പ്രോബബ്ലി നമുക്ക് പാസ് ഓൺ ചെയ്ത് കൊടുക്കുന്ന പഠിക്കുന്ന ആൾക്ക് എത്ര ജെനുവിൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന ആള് എത്ര എത്ര എളുപ്പമുള്ള രീതിയിൽ ഒരു ഗ്രാസ്പ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു തരാണെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള ആൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. അതേ സ്ട്രക്ചർ ആയിരിക്കും ഇവര് അടുത്ത് പറഞ്ഞു കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ്, എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഐഡിയ. ഹോപ്പ്ഫുള്ളി അച്യുതിന് ഇതേപോലെ മോർ ഐഡിയാസ് ഇട്ടേ നമ്മൾ IDC കൂടുതൽ വളരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. Definitely. So, ഞാൻ ആക്ച്വലി അത് പാസ് ഓൺ ചെയ്തിട്ടുള്ള കുറച്ച് ഐഡിയാസിൽ ഒരെണ്ണമാണ്. അത് ഞാൻ മാത്രമല്ല ഞാനിപ്പോ എന്റെ ഐഡിയ എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് എന്റെ മാത്രമല്ല. പക്ഷെ ഐ വാസ് ആക്ച്വലി ഫോർച്ചുനേറ്റ് ടു ഹാവ് എ വെരി ബ്രില്യന്റ് ഗ്രൂപ്പ് അണ്ടർ മീ. ഞാൻ അവിടെ
ചെയ്തപ്പോഴത്തേക്ക് എന്റെ കൂടെയുള്ള വോളണ്ടിയേഴ്സ് വാസ് ലൈക്ക് റിയലി ഹാർഡ് വർക്കിംഗ്. സോ അവരുടെയും സിമിലർ ഐഡിയാസ് എല്ലാവരും കൂടെ ലൈക്ക് എന്താ പറയുക ഒത്തുചേർത്താണ് അങ്ങനെ ഒരു നോട്ട് ലൈക്ക് എന്റെ മാത്രം എന്നുള്ളതല്ല, അവിടുത്തെ ഡിസ്കഷൻസിനകത്ത് നിന്നാണ് കുറേയധികം ഐഡിയാസ് വന്നത്. ആൻഡ് ദാറ്റ്സ് എൻ എക്സ്പെക്ട് ഗ്രൂപ്പ് ഡിസ്കഷൻസ് അതും ലൈക്ക് ഓൺ സിമിലർ പറയാൻ പറ്റുന്നതാണ് നമ്മുടെ വ്യൂ പോയിന്റും കാര്യങ്ങളും. പക്ഷെ ഓക്കെ, ഞാൻ ഇപ്പൊ മിഥുനോട് ചോദിക്കാം, ലൈക്ക് വാട്ട് യു ഇന്റന്റ് വിത്ത് ദിസ് പോഡ്കാസ്റ്റ്, ഈ പോഡ്കാസ്റ്റ് കൊണ്ട് എന്താണ്? ഓക്കെ. സോ ഈ പോഡ്കാസ്റ്റ് കൊണ്ട് അതെനിക്ക് ഉത്തരം പറയുകയാണെങ്കിൽ നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയ ഭാഗത്തോട്ട് പോകാം. സോ ഞാനിങ്ങനെ കുറച്ചധികം പോഡ്കാസ്റ്റ് കാണുന്ന ഒരാളായിരുന്നു. അപ്പൊ എനിക്ക് കണ്ടപ്പോൾ ലൈക്ക് ഫ്രീ ടൈംസിലൊക്കെ ഇരുന്ന് കാണും. 40 മിനിറ്റ്സ് 1 അവർ ഒക്കെ ഞാൻ പോഡ്കാസ്റ്റിന് ചെലവഴിക്കാനുള്ള ആളായിരുന്നു ഡെയിലി. സോ അങ്ങനെ കണ്ടുവന്നപ്പം ലൈക്ക് കുറെ അധികം നോളജ് നമ്മളിൽ ഇങ്ങനെ പാസ് ഓൺ ചെയ്ത് പോകുന്നതായിട്ട് എനിക്ക് തോന്നി. സോ ലൈക്ക് അപ്പോൾ ഉള്ളൊരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്കിപ്പോൾ തുടങ്ങിയതിന് ശേഷം മനസ്സിലാക്കി എന്താ പറ്റിയെന്ന് വെച്ചാൽ, ലൈക്ക് ഒരു സബ്ജക്റ്റിൽ കുറച്ച് അത്യാവശ്യം നോളജ് ഉള്ള ഒരാളുടെ അടുത്ത് നമുക്കറിയാത്ത ചോദ്യങ്ങളാണ് ഞാൻ എന്തായാലും നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ അച്യുതിൻ്റെ അടുത്ത് ചോദിച്ചത് തീർച്ചയായിട്ടും എനിക്കറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളാണ്. സോ എന്നെ പോലത്തെ പല ആൾക്കാരും പുറത്താണ്. സോ അവർക്ക് വേണ്ടി ഈ നോളജ് പാസ് ഓൺ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മൾ ഇത് തുടങ്ങിയപ്പോഴേ നമുക്കുള്ള ഒരു ഐഡിയ. ആക്ച്വലി ഞാൻ അതിനാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇപ്പം യു സ്റ്റാർട്ടഡ് പോഡ്കാസ്റ്റ്, ഇപ്പൊ നീ തന്നെ പറഞ്ഞു ഇപ്പം കുറെ ഈ പോഡ്കാസ്റ്റ് കേട്ട് അതിനകത്ത് കുറേയധികം വാല്യബിൾ ഇൻഫർമേഷൻ, കുറേയധികം കാര്യങ്ങൾ നിനക്ക് പഠിക്കാൻ പറ്റി. സിമിലർലി ഇപ്പം നീ ഇപ്പൊ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നു, അത് കേൾക്കുന്ന ഒരു 100 ഒരു 100 പേരാണെങ്കിൽ ആ 100 പേർക്കും അതിനകത്ത് ലൈക്ക് ടേക്ക് അവേസ് ഉണ്ട്. ലൈക്ക് സ്പെസിഫിക് ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നത്. ആൻഡ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് സച്ച് എ പ്ലാറ്റ്ഫോം ഇവിടെ ഒരിക്കലും ഞാൻ സംസാരിക്കുന്നത് എന്നെ ആരെങ്കിലും അതൊരു ജോലിയായി ഏൽപ്പിച്ചുകൊണ്ടല്ല. സ്പീക്കിംഗ് ഫ്രീലി, ഞാനത് ഭയങ്കര ഓപ്പൺ ആയിട്ട് പറയണത്. വിച്ച് മീൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത് എന്റെ ഏറ്റവും ഓണസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, എന്റെ കാഴ്ചപ്പാടുകളുമാണ്. വിച്ച് മീൻസ് അതിനകത്ത് മാത്രം ഒരു ടേക്ക് അവേ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നത് പ്യുവർ പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഇറ്റ്സ് നോട്ട് മാസ്റ്റർ. ഇപ്പൊ ഞാൻ മറ്റൊന്നിനു വേണ്ടി പറയുന്നത് ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ പ്രൊമോഷൻ, ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ എപ്പിസോഡ് ചെയ്യുക, ഇറ്റ്സ് നോട്ട് ഓണസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പൊ അതുകൊണ്ടാണ് ഗ്രൂപ്പ് ഡിസ്കഷൻസിന്റെ ഒരു ഇത്. സോ അതാണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻസിന്റെ ഒരു ഏറ്റവും ഒരു ബെനിഫിഷ്യൽ ആയിട്ട് വരുന്ന ഒരു കാര്യം അതാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ്. ലൈക്ക് ഫുട്ബോളിനെ പറ്റി ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും വാദോരാതെ സംസാരിക്കാൻ പറ്റും. ടു സച്ച് ലെവൽ ഒരു 10 പേരുടെ മുന്നേ ആണ് ഫുട്ബോളിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരു 10 പേര് എനിക്ക് കിട്ടുകയാണ് ഒരു മണിക്കൂർ ജസ്റ്റ് എന്റെ വ്യൂ പോയിന്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് ലൈക്ക് നല്ല രീതിയിൽ എന്റെ എക്സ്പീരിയൻസസ്, എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങും എന്റെ എക്സ്പീരിയൻസസ് ആയിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്. പക്ഷേ വിത്തിൻ ദാറ്റ് 1 hour ഐ കൻ ജസ്റ്റ് ഡെഫിനറ്റ്ലി സേ ദാറ്റ് ആ ഒരു മണിക്കൂറിന് ശേഷം അവർക്ക് ലൈക്ക് നല്ല രീതിയിൽ ഇപ്പൊ ഫുട്ബോളിനെ പറ്റിയാണെങ്കിലും ഇപ്പം എന്റെ ഫേവറേറ്റ് ബാഴ്സലോണയെ പറ്റി ലൈക്ക് എനിക്ക് ലൈക്ക് വളരെയധികം റൈറ്റ് ഫ്രം സ്റ്റാർട്ടിംഗ് 1980s മുതൽ അവരുടെ എൻറ്റയർ ഹിസ്റ്ററി വേണമെങ്കിൽ ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ട് എനിക്ക് അവരെ കംപ്ലീറ്റ്ലി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് ബിക്കോസ് ഓക്കെ ഐ എം ജസ്റ്റ് സ്പീക്കിംഗ് റൈറ്റ് ഫ്രം മൈ ഹാർട്ട്. പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാനൊരു ഗ്രൂപ്പിനടുത്ത് ഷെയർ ചെയ്യാണ്. ആൻഡ് ഐ പ്രിറ്റി ഷുവർ ദാറ്റ് അതിന് ശേഷം ആ ഒരു സ്പെസിഫിക് 10 പേരാണെങ്കിൽ ആ 10 പേർക്ക് അതിനുശേഷം വേറെ അത് പേര് എൻറ്റയർ ബാഴ്സലോണയെ പറ്റിയുള്ള ഹിസ്റ്ററി വേണമെങ്കിൽ പറയാൻ പറ്റും ബേസ്ഡ് ഓൺ വാട്ട് ദേ ഹാവ് ഹേർഡ്. അതാണ് ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻസിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് വരുന്ന ഒരു കാര്യം അതാണ്. ആൻഡ് അത് ഏറ്റവും വാല്യുബിൾ ആവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഫാക്ച്വൽ നോളജ്, എന്താ പറയുക, നമുക്ക് തിയറിറ്റിക്കൽ നോളജ് എല്ലാം നമുക്ക് മേ ബി നമ്മുടെ കോളേജ് ടെക്സ്റ്റ് ബുക്സിനകത്ത് കിട്ടും. പക്ഷെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കാതിരിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു നമുക്കിപ്പം ഷോർട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയും ലൈക്ക് സ്കൂൾ ഡസൻ ടീച്ച് യു അല്ലെങ്കിൽ കോളേജ് ഡസൻ ടീച്ച് യു ഹൗ ടു ഡു യുവർ ടാക്സസ്. ഒരു ഫിനാൻഷ്യൽ പെർസ്പെക്ടീവിനകത്തുള്ള ഒരു കാര്യം നമുക്ക് ഒരിക്കലും എവിടെ നിന്ന് പഠിക്കുന്നില്ല. പക്ഷെ വി നീഡ് സച്ച് ഇൻഫർമേഷൻ. അത് നമുക്ക് ഭയങ്കര വേണ്ടുന്ന ഇൻഫർമേഷൻ ആണ്. സോ കൺസിഡർ സിറ്റുവേഷൻ വേറെ ഒരു കോളേജിനകത്ത് മേ ബി അറിയുന്ന ഒരു 1-2 പേരായിരിക്കും അതിന്റെ ഒരു നല്ല ഗ്രാസ്പ് ഉള്ളത്. അവർ ജസ്റ്റ് ഒരു 10 പേർക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിട്ട് പറയാണ് ഓക്കെ ദിസ് ഈസ് ഹൗ ഐ കെയിം ടു നോ അബൌട്ട് ദിസ്. ഇങ്ങനത്തുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഡു യുവർ ടാക്സസ് ബെറ്റർ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം ബെറ്റർ. സോ അങ്ങനെയുള്ള ലൈക്ക് ഓണസ്റ്റ് കോൺവെർസേഷൻസ് അല്ലെങ്കിൽ ഓണസ്റ്റ് ഡിസ്കഷൻസ് വരികയാണ്. മേ ബി എനിക്കറിയുന്ന പല കാര്യങ്ങളും മറ്റൊരാൾക്ക് അറിയണമെന്നില്ല. പിന്നെ ഷെയർ ദാറ്റ് ഇൻഫർമേഷൻ അത് അവർ മനസ്സിലാക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം അവർ പറയുന്ന ഒരു കാര്യം എനിക്കും ലൈക്ക് ഓക്കെ എനിക്കത് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ ഐ ആം ഗെറ്റിംഗ് ദാറ്റ് ഇൻഫർമേഷൻ ഓൾസോ. സോ രണ്ടുപേർക്കും ലെറ്റ്സ് ഒരു XX ആണെങ്കിൽ അത് ഡബിൾ ആയിട്ടാണ് ആ ഒരു ആഫ്റ്റർ ദാറ്റ് കോൺവെർസേഷൻ നടക്കുന്നത്. സോ കൺസിഡർ ദാറ്റ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഒരു 10 പേരാണെങ്കിൽ അത്രയും തന്നെ നമ്മുടെ നോളജ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കിട്ടുന്ന എക്സ്പോഷർ ഭയങ്കര അധികമാണ്. സോ ഐ തിങ്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഷുഡ് ബി ലൈക്ക് വെരി മച്ച് എന്താ പറയുക നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. റാൻഡം ടോപ്പിക്സ് ഞാൻ പറയുന്നത് വെച്ചാൽ നോട്ട് ജസ്റ്റ് ബേസ്ഡ് ഓൺ അക്കാഡമിക്സ് തന്നെ വേണം. റാൻഡം ടോപ്പിക്സിനെ പറ്റി, മൂവീസിനെ പറ്റി അല്ലെങ്കിൽ സ്പോർട്സിനെ പറ്റി എന്തിനെ പറ്റിയാണെങ്കിലും നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം.
അത് ആക്ച്വലി ഒരു ഭയങ്കര വാല്യക്കാരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ലൈക്ക് ഓൾസോ പോഡ്കാസ്റ്റ് വേറൊരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിയറി ഡാറ്റാസും ഉണ്ട്. ബട്ട് സ്റ്റിൽ ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് ചിലർ ഓരോ കാര്യങ്ങൾ കാണുന്ന ഡിഫറെന്റ് രീതിയിലാണ്. സോ അതും മനസ്സിലാക്കാൻ നമുക്ക് ഇപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പലവരുടെ രീതിയിൽ ചിന്തിക്കുന്നത്. നമുക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുമ്പോൾ ഒരാൾ ഒരു സൈഡ് പോസിറ്റീവ് ആയിരിക്കും പറയുന്നത്. സോ ബട്ട് വേറൊരാൾ അതിന്റെ നെഗറ്റീവ് സൈഡ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഫുള്ളി ഒരു പിക്ചർ നമുക്ക് മനസ്സിലാക്കാൻ എപ്പോഴും ഗ്രൂപ്പ് ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. ഡെഫിനറ്റ്ലി പെർസ്പെക്ടീവ്സ് ഭയങ്കരമായിട്ട് നമുക്ക് മാറ്റർ ചെയ്യും. എന്ന് വെച്ചാൽ അതെ. ഒരു കാര്യത്തിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് പലർക്കും പലതാണ്. അതിനെ പറ്റിയുള്ള പെർസ്പെക്ടീവ്സും ഡിഫറെന്റ് ആണ്. Only if we get the entire sides of that do we actually understand what that thing is. Especially പൊളിറ്റിക്സിന് അതൊക്കെ പറയുന്നത് വെച്ചാൽ അതിനെ ജസ്റ്റ് പ്രോ മാത്രം പ്രോ ഒപ്പീനിയൻസ് മാത്രം പോലെ വി നീഡ് ടു ഹിയർ വാട്ട് എന്താ പറയുന്നത് വാട്ട് ഗോസ് അഗെയിൻസ്റ്റ് ദാറ്റ്. പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ ഈക്വലി കേട്ടാൽ മാത്രമേ നമുക്ക് ഒരു കാര്യത്തിനെ പറ്റി ഡെഫിനറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ എന്തായാലും നമ്മളുടെ ടോപ്പിക്കിലോട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് അടുത്ത Yeah. മെയിൻലി ഡിസ്കസ് ചെയ്യാനുള്ളത് ലൈക്ക് സ്റ്റാർട്ടപ്സിനെ കുറിച്ചാണ്. സോ എനിക്ക് അച്യുതനത്തെ അടുത്തായിട്ട് ചോദിക്കാനുള്ളത് ലൈക്ക് ഈ നമ്മുടെ സ്റ്റാർട്ടപ്പും ബിസിനസ്സും ഈ രണ്ടും നമ്മൾ ഹെഡിങ്സ് സ്ഥിരം കേൾക്കുന്ന കാര്യങ്ങളാണ്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സോ നമുക്ക് സ്റ്റാർട്ടപ്പിനെ ബിസിനസ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ആ ഒരു അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ all startups, like any startup, can be considered a business, but not the other way around. എല്ലാ ബിസിനസ്സും ഒരു സ്റ്റാർട്ടപ്പ് തന്നെ ആയിരിക്കണം എന്നില്ല. എന്ന് വെച്ചാൽ ലെറ്റ്സ് സേ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പോർട്ടിങ് മാനുഫാക്ചറിങ് അതുപോലുള്ള ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവത്തിനെ അപ്പൊ അതിനെ ലൈക്ക് ഒരു ഗ്രാൻഡ് സ്കെയിൽ നമ്മൾ വീണ്ടും ചെയ്യാണ് വിത്ത് ഹ്യൂജ് ബഞ്ച് ഓഫ് ക്യാപിറ്റൽ വിച്ച് സ്റ്റാർട്ടിങ് ആസ് എ ബിസിനസ്. അവിടെ സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിമിലർ ടാഗ് ഇതിന് കൊടുക്കാൻ പറ്റില്ല. കാരണം ജസ്റ്റ് ഒരു എക്സിസ്റ്റിംഗ് സംഭവത്തിനെ പറ്റി അവരൊരു പുതിയ ബിസിനസ് ആയിട്ട് അവർ കൊണ്ടുവരുന്നു. cannot necessarily turn as a startup. That might be a very good business, പക്ഷേ that's a proper business. എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് കാര്യത്തിനെ പറ്റി തന്നെ അവർ ബിൽഡപ്പ് ചെയ്ത് ചെയ്യുന്ന ഒരു ബിസിനസ് ആണത്. പക്ഷേ ഒരു സ്റ്റാർട്ടപ്പ് ലൈക്ക് എവറി സ്റ്റാർട്ടപ്പ് ക്യാൻ ബി കൺസിഡർ എ ബിസിനസ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് നീ തുടങ്ങുകയാണ്. യു ഡിസൈൻ വെരി ഗുഡ് വെബ് പേജസ്, നല്ല രീതിയിൽ വെബ് പേജസ് ഡിസൈൻ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ നിനക്കറിയാം ഓക്കെ ഇനീഷ്യലി തന്നെ അങ്ങനെ ഒരു പൈസയ്ക്ക് വേണ്ടി എന്ന് വെച്ചാൽ ഒരു വെബ് പേജിന് ഒരു ഒരു 1,500 or 2,000 rupees കൊടുത്താൽ ആരും അത് മേടിക്കണം എന്നില്ല. ഫ്രീലാൻസർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക്. പക്ഷേ ലെറ്റ്സ് സേ ഫോർ ഇൻസ്റ്റൻസ് യു ആർ സ്റ്റാർട്ടിങ്, നീ ഫസ്റ്റ് ഒരു ക്ലയന്റിന് വേണ്ടി ഒരാൾക്ക് വേണ്ടി യു ആർ ഡെവലപ്പിംഗ് എ വെബ് പേജ്. And instead of getting remuneration, so a definite amount remuneration, what you ask of that person is to share your credentials in social media and LinkedIn pages. അവരുടെ നിന്നെ പറ്റിയുള്ള ക്രെഡൻഷ്യൽസും കാര്യങ്ങളും ജസ്റ്റ് അവരുടെ സോഷ്യൽ മീഡിയ പേജിലും ലിങ്ക്ഡിൻ പേജിലും ഷെയർ ചെയ്യണമെന്ന് പറയും. അതൊരു ലൈക്ക് ഇറ്റ്സ് ഐഡിയ. അപ്പം അവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഇല്ല. ഒരു ബിസിനസ് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എൻറ്റയർലി ബേസ്ഡ് ഓൺ പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചറിനെ ബേസ് ആക്കി നമ്മൾ ബിസിനസിന് ഡിഫൈൻ ചെയ്യുന്നത്. ഇത്ര പ്രോഫിറ്റ് കിട്ടി, ദീസ് ആർ ഇൻപുട്സ് ആൻഡ് ദീസ് ആർ പ്രോഫിറ്റ്സ്, മാർജിനൽ പ്രോഫിറ്റ്സ്, നമുക്ക് എൻറ്റയർലി ടോട്ടൽ പ്രോഫിറ്റ്സ്, ദി ടോട്ടൽ എമൗണ്ട് എക്സ്പെൻഡിച്ചർ ഓൺ ദാറ്റ്. ആ ബേസിൽ ബിസിനസിനെ നമ്മൾ ഡിഫൈൻ ചെയ്തത്. പക്ഷെ ഒരു സ്റ്റാർട്ടപ്പിന് നെസസറിലി ഒരു മോണിറ്ററി ബെനിഫിറ്റ്സ് അതിന്റെ ഇനീഷ്യൽ ഫേസിൽ വേണമെന്നില്ല. സോ അതാണ് വെച്ചാൽ കൊടുക്കുന്നു, അത് അവരുടെ സോഷ്യൽ മീഡിയ ലിങ്ക്ഡിൻ പേജിൽ വഴി ഒരു 5 പേര് അറിയുന്നു. ആൻഡ് ദീസ് 5 people ഓൾസോ അപ്രോച്ച് യു ആൻഡ് അവർക്ക് നീ എക്സാക്ട് സെയിം തിങ് ചെയ്യാണ്. യു ആർ നോട്ട് ടേക്കിംഗ് എനി മോണിറ്ററി ബെനിഫിറ്റ്സ്, പക്ഷേ ഷെയറിംഗ് എന്ന് വെച്ചാൽ അവർ വഴി തന്നെ കൂടുതൽ ആൾക്കാർ ബൈ ദ ടൈം യു കംപ്ലീറ്റ് ഒരു 10 ക്ലയൻസ് തീർക്കുമ്പോഴത്തേക്ക് ആ 10 ക്ലയന്റിന് നീ ചെയ്തതിന് യു റിസീവ് നോ മോണിറ്ററി ബെനിഫിറ്റ്. സോ ഇൻ ടേംസ് ഒരു ബിസിനസ് പെർസ്പെക്ടീവ് അതൊരിക്കലും പ്രോഫിറ്റബിൾ അല്ല. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഇസ് when you complete 10 clients, you have a whole network of maybe around 500 or 1,000 people who are familiar with your work. അവിടെ നിന്ന് you can actually start ഒരു എന്താ പറയുക ഒരു നോമിനൽ ഫീ വെച്ചിട്ട് you can actually start making income. So by the time you start നിങ്ങൾക്ക് ഓൾറെഡി ഒരു നെറ്റ്വർക്ക് ഉണ്ട് ഓഫ് മേബി ഒരു 500 or 1,000 people. സോ അങ്ങനത്തെ ഒരു സ്റ്റാർട്ടപ്പ് നമുക്ക് വളരെ ചെറിയ രീതിയിൽ തുടങ്ങാവുന്നതാണ്. സോ ഇഫ് യു ആസ്ക് മീ, any startup can be termed a business. നമുക്കൊരു ചെറിയ ഐഡിയ നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്ത് അതിനൊരു ബിസിനസ് ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അവിടെ ഒരു എന്താ പറയുക ഒരു ഡെഫിനറ്റ് ബ്രാക്കറ്റിലേക്ക് നമുക്ക് ഒതുക്കാൻ പറ്റത്തില്ല. ഒരു ചെറിയ ഐഡിയ വെച്ച് തുടങ്ങുന്ന സ്റ്റാർട്ടപ്പ് ലെറ്റ്സ് നമ്മുടെ ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും അതുപോലുള്ള ഏത് ലീഡിംഗ് കമ്പനീസ് ആണെങ്കിലും ആക്ച്വലി സ്റ്റാർട്ടപ്പ് ബേസിക് ഐഡിയ. ആ ബേസിക് ഐഡിയ ബിൽഡപ്പ് ചെയ്ത് ഇൻ ടേംസ് ഓഫ് ബിസിനസ്. ആൻഡ് വൺസ് അതിന്റെ ഒരു ബിസിനസ് വന്നതേക്ക് അതിന്റെ ഒരു ബിസിനസ് മോഡൽ വന്നു, they found out like n number of ways which like they can grow that business. So any business in a grows in ultimately
ഇപ്പോൾ ഒരു കിട്ടിയതെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് ആണെങ്കിലും അതിന് പക്ക ബിസിനസ് മോഡൽ. അവിടെ ഒരു എന്താ പറയുക ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞു. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു യൂഷ്വൽ സ്റ്റാർട്ടപ്പ് അല്ല, ഒരു പക്ക ബിസിനസ് മോഡൽ ആയി കഴിഞ്ഞു. So any startup can be actually turned as a business. It need not necessarily have a monetary benefit behind it. ഓക്കെ. സോ അത് ക്ലിയർലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ലൈക്ക് അച്യുതിന്റെ വേർഡ്സ് എനിക്ക് ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റി. ലൈക്ക് നോർമലി നമ്മളിപ്പോ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ലൈക്ക് ബിസിനസ് തുടങ്ങുന്ന ലൈക്ക് നോർമലി നമ്മൾ പ്രോഫിറ്റബിൾ സാധനം ഇപ്പൊ അച്യുത് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ക്ലിയർലി അത് അതിന്റെ ഡിഫറൻസ് മനസ്സിലായി. ലൈക്ക് വാട്ട് ഈസ് എ സ്റ്റാർട്ടപ്പ് ആൻഡ് വാട്ട് ഈസ് എ ബിസിനസ്. ലൈക്ക് നോർമലി അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സ്ഥിരം കേട്ടുവരുന്ന കാര്യമുണ്ട്. ലൈക്ക് നമ്മളിപ്പോൾ 10,000 സ്റ്റാർട്ടപ്സ് എടുക്കുകയാണെങ്കിൽ only maybe 5% or 10% of that startups will be a successful business, right? Yep. So അതിന്റെ എന്തായിരിക്കും അതിന്റെ ഒരു റീസൺ? ആക്ച്വലി എനിക്ക് ആ ഒരു ഫ്രാക്ഷൻ ഭയങ്കര അൺജസ്റ്റിഫൈബിൾ ആയിട്ടാണ് തോന്നുന്നത്. നമ്മളിപ്പോ പറയുന്ന ഒരു 1000 സ്റ്റാർട്ടപ്പ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മേ ബി കുറച്ച് മാത്രം സക്സസ്ഫുൾ എന്ന് പറയും. പക്ഷേ മെജോറിറ്റി റീസൺ ഇസ് ദാറ്റ് ആ സ്റ്റാർട്ടപ്പ് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ റീസൺ. ആൻഡ് ദാറ്റ്സ് ആക്ച്വലി അത് ചെയ്യുന്നവരെ തന്നെയാണ് ആക്ച്വലി ഇതാക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത് ആ ഒരു ഇൻഡസ്ട്രിയുടെ ആ ഒരു മാർക്കറ്റിന്റെയോ കുഴപ്പമാണോ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോപ്പർ ഐഡിയ ഡിവൈസ് ചെയ്യുന്നു. നമ്മളിപ്പോൾ കോളേജിനകത്ത് കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്താ പറയാ, നമ്മൾ ഐഡിയ ഫെസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിൽ നമുക്ക് എന്താ പറയാ നമ്മളൊരു പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നു, നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, വി റീച്ച് ഫൈനൽ പ്രോഡക്റ്റ്. നമ്മൾ ഫൈനൽ എൻഡ് പ്രോഡക്റ്റ് ചെയ്യുന്നു, ലെറ്റ്സ് സേ അത് നമ്മൾ കുറച്ചധികം മാനുഫാക്ചർ ചെയ്യുന്നു. ബട്ട് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദാറ്റ് അതിനെ സസ്റ്റെയിൻ ചെയ്ത് മേ ബി കൊണ്ടുപോകത്തില്ല. എന്ന് വെച്ചാൽ ഇപ്പം വിത്ത് റെസ്പെക്ട് നമ്മുടെ കോവിഡ് ഇത് വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കോവിഡ് ടൈം വന്നപ്പോഴേക്കാണ് കുറേയധികം സ്റ്റാർട്ടപ്സ് വന്നത്. കാരണം ദാറ്റ് വാസ് ആക്ച്വലി ദ നീഡ് ഓഫ് ദി അവർ. ആ സമയത്ത് ഏറ്റവും നെസസറി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വീണ്ടും ന്യൂ എന്താ പറയുക ഇന്നോവേറ്റീവ് ആൾക്കാർ വേണമെന്നുണ്ടായിരുന്നു. അതിനെ സസ്റ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു റിക്വയർഡ് റിസോഴ്സിനെ നമുക്ക് ലൈക്ക് ആ ഒരു ഡിമാൻഡിനെ എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്യാനുള്ള അത്രയും ആൾക്കാർ മേ ബി വേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ഓക്കെ അതിനകത്ത് മേ ബി അധികം ഒരു ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഡ്രോപ്പ് ദാറ്റ്. I think like if you take maybe 100 different startups that were open during the COVID time, around 50% or more than that ഇപ്പൊ കറന്റ് ഷട്ട് ഡൗൺ ആണ്, ആരും കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇടയ്ക്ക് വെച്ചൊരു ഇതായിരുന്നു ഈവൻ കേരളയിലെ സ്റ്റുഡൻസ് തന്നെ പൾസ് ഓക്സിമീറ്റേഴ്സ് വേർ ആക്ച്വലി ലൈക് പ്രൊഡ്യൂസിംഗ് പൾസ് ഓക്സിമീറ്റേഴ്സ് അറ്റ് എ വെരി റീസണബിൾ റേറ്റ്. പക്ഷെ അതിനുശേഷം അതിന് ഒരു ഫോളോ അപ്പ് കണ്ടില്ല, അല്ലെങ്കിൽ അതിങ്ങനെ കൂടുതൽ മാർക്കറ്റിൽ കണ്ടുവരുന്നില്ല. മേ ബി ദേ മൈറ്റ് ഹാവ് ഡ്രോപ്പ് ദാറ്റ്. സോ ആ രീതിയിലുള്ള പല കാര്യങ്ങളുണ്ട്. സ്റ്റാർട്ടപ്സ് മേ ബി സസ്റ്റെയിൻ ചെയ്യണം. സസ്റ്റെയിൻ ചെയ്യും ടു സച്ച് എ ലെവൽ ദാറ്റ് ദേ മൈറ്റ് റിക്വയർ അവർക്ക് ഒരു വേറൊരു കമ്പനി അല്ലെങ്കിൽ സിമിലർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ മേ ബി ഒരു ഹെൽപ്പ് വേണമായിരിക്കും, അല്ലെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകണമായിരിക്കും. ആൻഡ് സസ്റ്റെയിനിങ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് വിത്ത് റെസ്പെക്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്സ് ആണെങ്കിൽ. കാരണം ഇനിഷ്യലി ഒരു ഭയങ്കര ഒരു വലിയ പീരീഡ് ഉണ്ട് when you're actually growing. ആ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ അതിനെ സസ്റ്റെയിൻ ചെയ്ത് മേക്കിംഗ് ഷുവർ ദാറ്റ് യു ഡു നോട്ട് ലൂസ് ഹോപ്പ്. ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് യു നീഡ് ആക്ച്വലി ലൈക് persist with that until it becomes a successful venture. സോ അത് പലപ്പോഴും ചെയ്യാത്തപ്പോഴത്തേക്കാണ് ഒരു സ്റ്റാർട്ടപ്സ് മിഡ് വേ നിന്ന് പോകുന്നത്. ആൻഡ് അതിന്റെ റീസൺ ഇസ് നമ്മളിപ്പോ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് നിർത്തി പോകാൻ പറ്റത്തില്ല. പക്ഷേ ഒരു സ്റ്റാർട്ടപ്പിന്റെ ഒരു എന്താ പറയുക ബെനിഫിറ്റ്സും കൂടെ ആണത്. സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു വലിയ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആക്ച്വലി ആവശ്യമില്ല. മേ ബി നമ്മുടെ നീഡ് ഓഫ് ദി അവറിനെ ബേസ് ചെയ്ത് വിൽ ഗെറ്റ് സ്പെസിഫിക് എമൗണ്ട് ഓഫ് റിസോഴ്സസ്, വിൽ ബി പ്രൊഡ്യൂസിംഗ് സ്പെസിഫിക് എമൗണ്ട് ഓഫ് പ്രോഡക്ട്സ്. അത് കഴിഞ്ഞാൽ അതിന്റെ സൈക്കിൾ തീർന്നു. That might be profitable, പക്ഷേ that person can actually decide whether to continue or not. So അതിന്റെ ഒരു ബെനിഫിറ്റും ആണ്. At the same time that's also acts as a gain. ആ ഒരു ഫാക്ടർ ഉണ്ട്. ഓക്കെ. സോ അതാണ്. സോ ആൻഡ് വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ കേട്ടുവരുന്ന ഒരു സിമിലർ വാക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പും ബിസിനസ്സും പോലെ വേറൊരു സെറ്റ് ഓഫ് ടേംസ് ആണ് ഒന്ന് ബൂട്ട് സ്ട്രാപ്പ്, അതുപോലെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. സോ അത് എന്താണ് ഈ രണ്ട് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്? ഓക്കെ, ഇത് രണ്ടിനെ നമ്മളിപ്പോ കമ്പയർ ചെയ്യുന്നു. There might be bootstrap companies, there might be VC, that is venture capitalist funded companies. If you ask me which one is better ഏതാണെന്ന് ചോദിച്ചാൽ, from a purely entrepreneurial viewpoint ഞാൻ പറയുകയാണെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫണ്ടഡ് കമ്പനീസ് might perform better. The reason is that ഇപ്പൊ രണ്ടിന്റെ ഒരു ഡെഫിനിഷൻ വെച്ച് പറയുകയാണെങ്കിൽ, bootstrap companies, you're actually starting a bootstrap company. The literal definition is you're building up a company from the limited resources you have. നമുക്കുള്ള ഒരു ലിമിറ്റഡ് റിസോഴ്സിനെ ബേസ് ചെയ്ത് നമ്മളൊരു കമ്പനി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു
സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ യു മൈറ്റ് നോട്ട് ഗെറ്റ് വേറെ ഒരു ഫണ്ടിങ് നമുക്ക് കിട്ടത്തില്ല. ഒരു കമ്പാരിസൺ വെച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സിനിമ ഫീൽഡൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള മൂവീസ് ഉണ്ട്. ഒരു വലിയ പ്രൊഡ്യൂസറിനെ ബാക്ക് ചെയ്ത് നമുക്കൊരു നമ്മുടെ വിഷനെ ഭയങ്കര മാഗ്നാനിമസ് ആയിട്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളുള്ള റിസോഴ്സസ് വെച്ച് മതി എന്നുള്ള രീതിയിൽ നമുക്കൊരു ചെറിയ മൂവി എടുക്കാം. വെൻ ഇറ്റ് കംസ് ടു നമ്മളൊരു കമ്പനിയുടെ പെർസ്പെക്റ്റീവ് വരികയാണെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് കമ്പനീസിനകത്ത് ഒരു അതർ വേൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് കാണത്തില്ല, അല്ലെങ്കിൽ ഒരു വലിയ കമ്പനിയുടെ ഒരു ബാക്കിംഗ് കാണത്തില്ല. നമുക്കുള്ളൊരു ചെറിയ റിസോഴ്സസ് വെച്ചിട്ട് നമ്മൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ സ്കിൽ ആക്ച്വലി മാറ്റേഴ്സ്. ഒരിക്കലും ഒരു ബൂട്ട്സ്ട്രാപ്പ് മോശമാണെന്ന് പറയാൻ പറ്റില്ല, കാരണം അൾട്ടിമേറ്റ്ലി അവിടെ മാറ്റർ ചെയ്യുന്ന സ്കില്ലാണ്, ആ പ്രോഡക്റ്റ് ആണ്, അതിന്റെ ക്വാളിറ്റി ആണ്. പക്ഷേ ദ ഡിഫറൻസ് ഇസ് ദാറ്റ് ഒരു പ്രോഡക്റ്റിനെ അതിന്റെ എൻറ്റയർ ലൈഫ് സൈക്കിളിന് വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചാൽ വി നീഡ് ദ ഇനിഷ്യൽ റിസോഴ്സസ് ആൻഡ് വി നീഡ് എ ഡിസൈൻ തിങ്കിങ് പ്രോസസ് ടു ആക്ച്വലി അങ്ങനെ ഒരു എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഡിവൈസ് ചെയ്യുന്ന ഒരു ഡിസൈൻ തിങ്കിങ് പ്രോസസ് ഉണ്ട്. ആൻഡ് ദെൻ ഇറ്റ് ഗോസ് ഇൻ ടു മാനുഫാക്ചറിങ് ആൻഡ് ദെൻ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇതെല്ലാം ഒരു ഫാക്ടേഴ്സ് ആണ്. ആൻഡ് ദീസ് ആക്ച്വലി ഫാക്ടേഴ്സ് ദാറ്റ് ഡിമാൻഡ് ഒരു സെറ്റ് ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ ഒരു മോണിറ്ററി കാര്യങ്ങൾ ആവശ്യമുള്ള ഒരു കൈൻഡ് ഓഫ് പ്രോസസ്സസ് ആണ്. ഒരു ബൂട്ട്സ്ട്രാപ്പ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭയങ്കര ലിമിറ്റേഷൻസ് കാണും. കാരണം നമുക്ക് അതിനകത്ത് കൊടുക്കാൻ കിട്ടുന്ന ക്യാപിറ്റൽ മൈറ്റ് ബി ലെസ്. സോ വിൽ ബി ലൈക്ക് സ്റ്റിക്കിംഗ് ടു ഇത്ര കുറച്ച് റിസോഴ്സസ് മതി. ഇന്ന റിസോഴ്സസ് നമുക്ക് ആക്ച്വലി ചെയ്തെടുക്കാൻ പറ്റും. വി മൈറ്റ് ബി ഡൂയിങ് സർട്ടൻ സാക്രിഫൈസസ്. ഓക്കെ, നമുക്ക് ഈ റിസോഴ്സസ് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ വി ക്യാൻ റീപ്ലേസ് ഇറ്റ് വിത്ത് സംതിങ് എൽസ്. അതിന്റെ ഡിസൈൻ പ്രോസസ്സും ഏറെക്കുറെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി വിൽ ഹാവ് ദ പ്രോഡക്റ്റ്. അവർ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും. പക്ഷേ ടേക്ക് ദി എക്സാക്ട് സെയിം ഇൻ ടു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫണ്ടഡ് കമ്പനി. അവിടെ യു ഹാവ് ദി ഐഡിയ, പക്ഷേ അതിന്റെ ബെനിഫിറ്റ് ഇസ് ദാറ്റ് യു ഗെറ്റ് ദ മാക്സിമം ഓഫ് റിസോഴ്സസ്. അവിടെ നമുക്ക് ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു എൻറ്റയർ പ്രോസസ്സിനകത്ത് ഒരിടത്ത് പോലും സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നില്ല. ആൻഡ് ദാറ്റ്സ് ആക്ച്വലി ബെറ്റർ. ഒരു പ്രോഡക്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദി ലൈക്ക് ഏറ്റവും നല്ല ഫാക്ടർ എന്താണ് എന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു പ്രോസസ്സ് കടന്നു വരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. ദാറ്റ്സ് ആക്ച്വലി ബൗണ്ട് ടു ഫെയർ ബെറ്റർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്രം ആൻ എന്റർപ്രണർ പെർസ്പെക്ടീവ് എപ്പോഴും VC ഫണ്ടഡ് കമ്പനീസ് ക്യാൻ പെർഫോം ബെറ്റർ റാദർ ദാൻ എ ബൂട്ട്സ്ട്രാപ്പ് കമ്പനി. പക്ഷേ എനിക്ക് തോന്നുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സക്സസ് സ്റ്റോറീസ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ഓഫ് ബൂട്ട്സ്ട്രാപ്പ് കമ്പനീസ്. ലിമിറ്റഡ് റിസോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ആ ഒരു എൻറ്റയർ ഗ്രോത്ത് പീരീഡ് അവരത് സർവൈവ് ചെയ്ത് ഒരു ഒരു വെൽ ഫണ്ടഡ് കമ്പനി ആക്കി അത് മാറ്റുന്നതാണ് ഇറ്റ്സ് മോർ ഓഫ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അങ്ങനെ പറയുന്നത് കൈൻഡ് ഓഫ് ഈസി. രണ്ട് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഷാർക്ക് ടാങ്ക് ഒക്കെ കാണുന്ന പോലെ ഫണ്ടഡ് കമ്പനീസ് ആണെങ്കിൽ വിൽ ബി ഇൻഡെപ്റ്റഡ് ടു ദം ഫോർ എ ഡെഫിനറ്റ് പീരീഡ്. അത് മേ ബി കാണും, എന്തായാലും കാണും. പക്ഷെ അതിന് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഫസ്റ്റ് ഇനീഷ്യൽ ഓപ്പണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വെഞ്ചറിലേക്ക് ഇറങ്ങി തന്നെ ഭയങ്കര പ്രോഫിറ്റബിൾ ആയിരിക്കും. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാർട്ടിംഗ് മേ ബി ഒരു 100 പ്രോഡക്ട്സ് നമുക്കൊരു വെൽ ലിറ്റ് പ്ലാറ്റ്ഫോം കാണും. പക്ഷെ നമുക്കുള്ള റിസോഴ്സസ് കാണും ടു മാർക്കറ്റ് അവർ പ്രോഡക്റ്റ് ബെറ്റർ. സോ അവിടെ അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം മേ ബി ഒരു 5 ഇയേഴ്സിലേക്ക് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി ഇത്ര ഇക്വിറ്റി നമ്മൾ ഓടായിരിക്കും, അല്ലെങ്കിൽ ഇത്ര ഒരു പ്രോഫിറ്റ് ഷെയർ അവർക്ക് ഓടായിരിക്കും. പക്ഷേ we can just manage that, then that's better. Bootstrap is much more difficult. അവിടെ കുറച്ച് തരുന്നില്ല, it's much more difficult. സോ അതിലെനിക്ക് ഫോളോ അപ്പ് ആയിട്ട് അച്യുതനോട് ചോദിക്കാനുള്ളത്, ലൈക് നോർമലി ഞാൻ കണ്ടുവരുന്ന ഒരു പ്രവണത, അതായത് നോർമലി ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ അതിൽ എംപ്ലോയീസ് ആയാലും ലൈക്ക് ഫൗണ്ടർ ആയാലും ലൈക്ക് രാപ്പകലില്ലാതെ ജോലി എടുത്തിട്ടാണ് നമ്മളെ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡപ്പ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരുന്നത്. സോ ബിൽഡപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അവരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഫണ്ടിന്റെ ഷോർട്ടേജ് ആയിരിക്കും. സോ നോർമലി അവരൊരു ഇൻവെസ്റ്ററിനെ കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ്മെന്റ് സീക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ അവിടെ നമുക്ക് ഡ്രോപ്പ് ആവുന്ന ഡിസിഷൻ മേക്കിംഗ് പവർ ആയിരിക്കും നമ്മൾ ഈ ഫൗണ്ടേഴ്സിന്റെയും അതുപോലെയുള്ള നോർമലി എംപ്ലോയീസിന്റെയും വരുന്നത്. സോ അപ്പോൾ ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ കാരണം നമ്മൾ പല സ്റ്റാർട്ടപ്സും ലൈക്ക് ഡ്രോപ്പ് ആയി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ എന്തുമാത്രം ഒരു ഇമ്പാക്റ്റ് ആണ് ഈ ഈ ഒരു സംഭവം നമ്മളെ സ്റ്റാർട്ടപ്സിൽ ഉണ്ടാക്കുന്നത്? ആക്ച്വലി അതൊരു ഭയങ്കര വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഞാൻ പറഞ്ഞത് വെച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ വരുന്ന കുറെ ദോസ് ആർ ആക്ച്വലി നെസസറി ഈവൽസ്. പക്ഷെ ദാറ്റ് ക്യാൻ ബി ഫേറ്റൽ. ലൈക്ക് അങ്ങനത്തെ ഒരു സിമിലർ സിറ്റുവേഷൻ ഒക്കെ പറയുന്നത് വെച്ചാൽ നമുക്കൊരു അറ്റ് എ പോയിന്റ് നമുക്ക് തോന്നുന്നതാണ് നമ്മൾ ഇത്രയും വർക്ക് ചെയ്തു, ഒരു സ്റ്റാർട്ടപ്പ് അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു, വി നീഡ് സം സോർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ നീ പറഞ്ഞ പോലെ ദാറ്റ് ക്യാൻ ബി ഫേറ്റൽ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരുടെ ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് മേ ബി വരുന്ന ഇൻവെസ്റ്റർ കാരണം മേ ബി ചേഞ്ച് ചെയ്തേക്കാം. പക്ഷെ ഐ തിങ്ക് ദാറ്റ്സ് എന്താ പറയുക, ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സ്പെസിഫിക് കമ്പനിയെ ബേസ് ചെയ്ത് തന്നെ ഇരിക്കും. നമ്മൾ ആ ഒരു എന്താ പറയുക നെസസറി യൂസ് നമുക്ക് എടുക്കാതിരിക്കാനും പറ്റത്തില്ല. എന്നാൽ വി ഹാവ് ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ അങ്ങനത്തെ ഫാക്ടേഴ്സ് എല്ലാം. ഇപ്പം ഡിഗ്രീസ് പറയുകയാണെങ്കിൽ നമുക്കിപ്പം
ksum പറയുകയാണെങ്കിൽ there are actually investors, അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന investors ഉണ്ട്, and also there are angel networks. Angel networks actually ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ those are not actually investors, പക്ഷേ what they actually do is they provide you with the necessary resources. നമുക്ക് ഒരു നെറ്റ്വർക്കിന്റെ ആവശ്യമുണ്ടെങ്കിൽ they actually provide you with that. They're not direct investors. പക്ഷെ അതുപോലെ തന്നെ if ever your company requires a set of funding അല്ലെങ്കിൽ ആ രീതിയിലുണ്ടെങ്കിൽ there are specific VCs under the Kerala Startup Mission to actually provide that. അതിന്റെ ബെനിഫിറ്റ് ഇസ് ദാറ്റ് അത് എപ്പോഴും ഭയങ്കര റെഗുലേറ്റഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ നീ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ കംപ്ലീറ്റ്ലി ഓൾട്ടർ ചെയ്യുന്നു വെച്ചാൽ അവരുടെ ഡ്രീംസ് ആൻഡ് ഫാന്റസീസിനനുസരിച്ച് മേ ബി അത് മാറ്റാൻ പറ്റത്തില്ല, ഭയങ്കര റെഗുലേറ്റഡ്. സോ ഐ തിങ്ക് ദാറ്റ്സ് എ റിസ്ക് ദാറ്റ് ഒരു സ്റ്റാർട്ടപ്പ് ഷുഡ് ബി വില്ലിംഗ് ടു ടേക്ക്. അല്ലെങ്കിൽ ദേ ഷുഡ് ബി ലൈക്ക് കോൺഫിഡന്റ് ഇനഫ്, അവർ അത്രയും വർക്ക് ചെയ്തു ആൻഡ് ദേ ജസ്റ്റ് കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ് until ആ കമ്പനി ബ്രിങ്സ് ഇൻ ഫ്രൂട്ടേഷൻ. ലൈക്ക് ആ ഒരു കോൺഫിഡൻസ് വേണം, ഇല്ലെങ്കിൽ ഇറ്റ്സ് നെസസറി ഏബിൾ ടു ടേക്ക്. അവിടെ ആ ഒരു കാര്യങ്ങളെല്ലാം ലൈക്ക് ആ ഫാക്ടേഴ്സ് എല്ലാം നോക്കണം. കാരണം നമ്മൾ കേൾക്കുന്ന കൈൻഡ് ഓഫ് തിങ്സ് ആണ് ഇതെല്ലാം. അങ്ങനെ വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ബേസിൽ അവരുടെ കംപ്ലീറ്റ് എന്താ പറയാ ഒരു മോണസപ്പാൻഡി വരെ മാറ്റേണ്ടി വരുന്നു, അവരുടെ ഒരു പ്രോസസ്സസ് മാറ്റേണ്ടി വരുന്നു, അവരുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് പോലും ചിലപ്പോൾ മാറേണ്ട ലൈക്ക് ആരും വരുന്നുണ്ട്. ഐ തിങ്ക് that is down to that company or that individual who's handling that. ഇതെപ്പോഴും ആ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരുടെ സാഹചര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ശരി, അവിടെ ഒരു ഡെഫിനറ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് വേണ്ടി പറയാൻ പറ്റില്ല. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് വേണ്ടെന്ന് പറയാനും പറ്റത്തില്ല. എന്നാൽ അങ്ങനത്തെ ഒരു കൈൻഡ് സിറ്റുവേഷൻ ആണ് നമ്മൾ പറയുന്നത്. വെച്ചാൽ it has a certain amount of risk involved. Please read that for you. പണ്ട് പറയുന്നത് പോലെ. അതെ. അച്യുതന്റെ അടുത്തായിട്ട് ചോദിക്കാനുള്ള ലൈക്ക് സപ്പോസ് ഞാൻ കേരളത്തിൽ എനിക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം. സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട് എൻ്റെ കയ്യിൽ. ലൈക്ക് എനിക്ക് ആ സ്റ്റാർട്ടപ്പ് ഐഡിയയിൽ നിന്ന് സ്റ്റാർട്ടപ്പിലോട്ട് എത്തണം. സോ എന്തൊക്കെ പ്രോസസ് ആയിരിക്കും ഞാൻ അതിലൂടെ പാസ് ചെയ്ത് പോകേണ്ട പ്രോസസ്സ് ഏതൊക്കെയായിരിക്കും? സോ ഞാൻ ആൻസർ ചെയ്യാൻ പോണത് ഫ്രം an IDC perspective. ഞാൻ ഒരു IDC വോളണ്ടിയർ എന്നുള്ള രീതിയിൽ ഫ്രെയിംവർക്ക് that I'm very much familiar with is that of Kerala Startup Mission. അല്ലെങ്കിൽ IEDC ഫ്രെയിംവർക്ക് ആണ് എനിക്കറിയുന്നത് അതാണ്. സോ ആ ഒരു പെർസ്പെക്റ്റീവിനാണ് ഞാൻ നിങ്ങളൊരു ആൻസർ തരാൻ പോകുന്നത്. Let's say you're a student studying in an engineering college or any other college to be more precise. ഏത് കോളേജ് വേണോ you have an idea, and അവിടെ ഈ ഐഡിയ എന്നൊരു ടേമിനൊരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഒരു ഐഡിയ നമുക്ക് ഇതിലേക്ക് തോന്നുന്നു പറയുമ്പോഴത്തേക്കും we might not need the entire mental structure. എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ഒരു ഐഡിയ പറയുമ്പോഴത്തേക്ക് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് നമുക്ക് തോന്നണമെന്നില്ല. ആക്ച്വലി ഐ തിങ്ക് ഈ ദിവസത്തേക്ക് പറയാൻ തോന്നിയത് നമ്മുടെ കോവിഡ് ടൈമിൽ നമ്മുടെ ആക്ച്വലി എന്റെ കോളേജിൽ ലൈക്ക് SCT തന്നെ പ്രൊഡക്ഷൻ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു സാനിറ്റൈസർ ഡിസ്പെൻസിങ് മെഷീൻ, I think it's a foot operated sanitizer dispensing machine actually ആ സമയത്ത് ഉണ്ടാക്കിയിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ദി നീഡ് ഓഫ് ആ സമയത്ത് ഏറ്റവും എന്താ പറയുക വെച്ചാൽ വാലിഡ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് അവർ ആക്ച്വലി ഡിവൈസ് ചെയ്തത്. സോ ലെറ്റ്സ് സേ ഫോർ ഇൻസ്റ്റൻസ് അതിന്റെ പിന്നിലെ ഐഡിയ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് അങ്ങനെ ഒരു ഫുഡ് വെച്ച് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഹാൻഡ് ഡിസ്പെൻസിങ് മെഷീൻ, അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ഐഡിയ അല്ല അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അവിടെ എന്തായാലും നാച്ചുറലി തോന്നുന്നതാണ് ഒരു ഹാൻഡ് സാനിറ്റൈസർ മെഷീൻ rather than using your hand repeatedly. കാരണം പലരും യൂസ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ കൈ വീണ്ടും യൂസ് ചെയ്യുന്നതിനകത്ത് there's a health hazard involved. സോ വേറെ എന്ത് മാർഗമാണ് നമുക്ക് ലൈക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്, വേറെ എന്ത് മാർഗം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ദാറ്റ്സ് എ വെരി സിമ്പിൾ തോട്ട്. അവിടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്. ഇതല്ല നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും, ഇത്ര ഉള്ളവിടെ ഐഡിയ. അതിനുശേഷം ഫോം ചെയ്യുന്നതാണോ we do not use our hand, we can use our food. നമുക്ക് കാലം നമുക്ക് മേ ബി യൂസ് ചെയ്യാം സിൻസ് അവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല. അതൊരു സിമ്പിൾ തോട്ടാണ്. അവിടെ നിന്നാണ് ഡിവൈസ് ചെയ്ത് ഒരു എൻറ്റയർ സ്ട്രക്ചറിലേക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഫുഡ് ഓപ്പറേറ്റർ ചെയ്യാം. ഫുഡ് ഓപ്പറേറ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര എമൗണ്ട് ഓഫ് സാനിറ്റൈസർ ജസ്റ്റ് നമുക്ക് വന്നാൽ മതി. അതെങ്ങനെ യൂസ് ചെയ്യാമെങ്കിൽ പലർക്കും യൂസ് ചെയ്യാം. അതിനെ ഒരു ഡിസൈൻ നമുക്ക് തന്നെ ഫോം ചെയ്യാണ്, അതിനൊരു കംപ്ലീറ്റ് സ്ട്രക്ചർ നമ്മൾ ഫോം ചെയ്യുന്നു. അവിടുന്ന് ലൈക്ക് പ്രോസസ്സ് ബിൽഡ് ചെയ്താണ് അതിന്റെ എൻ പ്രോഡക്റ്റ് എത്തുന്നത്. സോ സിമിലർലി നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഒരു സ്റ്റുഡന്റ് ആക്ച്വലി സ്റ്റാർട്ടപ്പ് ഐഡിയ തോന്നുകയാണ്, he can actually approach the IEDC cell of that college. IEDC cell actually നമ്മൾ പറയുന്നത് okay, I have ഒരു definite idea ഉണ്ട്, പക്ഷെ I need resources to actually build that. So as an IEDC, ഒരു IEDC responsibility അതാണ്, അത് ചെയ്യേണ്ടത് അതാണ്. There are number of things അവർ actually provide ചെയ്യുന്നത്. The first thing is അവർക്ക് ഒരു ഐഡിയ ഉണ്ട്, അതിനെ ഒരു ഡിസൈൻ ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യാം. The first thing that they need is resource persons. അത് റിസോഴ്സ് പേഴ്സൺ പ്രൊവൈഡ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ലെറ്റ്സ് സേ ആ ഒരു കൊണ്ടുവരുന്ന ഐഡിയക്കകത്ത് അതിനകത്ത് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് CS റിലേറ്റഡ് കാര്യങ്ങൾ
കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ലെറ്റ്സ് സേ അവർക്കൊരു ഒരു ഇന്റർഫേസ് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യണം ഫോർ ദ സർവീസ് ദാറ്റ് ദേ പ്രൊവൈഡ്. ക്രോസ് ഇലക്ട്രോണിക്സ് ഇൻവോൾവ് ആണ്, അതെല്ലാം ഇൻവോൾവ് ആണെന്ന് വെച്ചോ. സോ ദ ഫസ്റ്റ് തിങ് ഈസ് അങ്ങനെയുള്ള റിസോഴ്സ് പേഴ്സൺസിനെ നമ്മൾ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കണം. മൈ ബി വിത്തിൻ കോളേജ് ഓർ മൈ ബി അവർക്ക് ഒരു ഒരുപാട് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന ആൾ മേ ബി ഔട്ട്സൈഡ് ഫ്രം കോളേജ്, അതാണെങ്കിൽ പോലും അത് അവർക്ക് ആക്ച്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. സോ ഈ ഏരിയ കുറച്ചുകൂടെ നോളജബിൾ ആയിട്ടുള്ള ഈ റിസോഴ്സ് പേഴ്സൺസ് അവർക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അത് ഡിസ്കസ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കാര്യങ്ങൾ കിട്ടും. ദേ കൻ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ ഓക്കെ അവർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിന് എങ്ങനെയാണ് അതിനെ ഒരു എന്താ പറയുക ഒരു പ്രൊഡക്റ്റിന്റെ ഫോമിൽ അവർക്ക് എങ്ങനെ ഫോം ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടെ ബെറ്റർ ഐഡിയാസ് കിട്ടും. ആൻഡ് വൺസ് അവരത് ഫോം ചെയ്ത് കഴിയും, ഇതൊരു പ്രോസസ് ആയിട്ട് നമ്മൾ പറയാം. വൺസ് റിസോഴ്സ് പേഴ്സന്റെ റിക്വയർഡ് ഇൻപുട്ട് കിട്ടി, അവരതിനെ ഫോം ചെയ്യും. ദ നെക്സ്റ്റ് തിങ് ഇസ് അവർക്ക് ഒരു മെന്ററിനെ വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം ടു ഗൈഡ് ദം ത്രൂ ദ പ്രോസസ്. സോ ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇറ്റ്സ് എൻ ഐഡിയ ഇൻ ടു ഡിസൈൻ ഫേസ് ആൻഡ് ഡിസൈൻ ഫേസ് ഇൻ ദ പ്രോട്ടോടൈപ്പ്. സോ ഈ എൻറ്റയർ പ്രോസസ്സിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മെന്ററിനെ പ്രൊവൈഡ് ചെയ്യാം. ഒരു മെന്റർ ഹാസ് ടു ടേക്ക് ഡിസ്റ്റൻസ് ലൈക്ക് ഓക്കെ ഇങ്ങനത്തെ ഒരു ഐഡിയ നമ്മൾ വന്നു, ഇതിന്റെ ഡിസൈൻ ഫേസ് ഇത്രയുണ്ട്, ആ ഡിസൈൻ ഫേസിനകത്ത് നമുക്ക് ഒരു പ്രോട്ടോടൈപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. കാരണം അത് എന്താ പറയുക കുറെ അധികം കാര്യങ്ങൾ ചേർന്നിട്ടാണ് അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് വരെ എത്തുന്നത്. ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, വാട്ട് ആർ ദ നെസസറി റിസോഴ്സസ് ടു ഡു ദാറ്റ്. ആ റിസോഴ്സസ് എത്ര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് സോ ഹൗ ക്യാൻ ആക്ച്വലി വി ബിൽഡ് ദാറ്റ്. ആ ബിൽഡ് ചെയ്യാൻ നമുക്ക് വേണ്ടുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്, അതിന്റെ എർഗണോമിക് ഫാക്ടേഴ്സ്, അതിന്റെ ലൈക് സൊസൈറ്റിയിലെ ഇമ്പാക്ട് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട്, ഇതെല്ലാ കാര്യങ്ങളും ലൈക് കൺസിഡർ ചെയ്തിട്ടാണ് ഒരു പ്രോട്ടോടൈപ്പിലേക്ക് എത്തുന്നത്. സോ ഗൈഡ് ദം ത്രൂ ദാറ്റ് പ്രോസസ് വി ക്യാൻ ആക്ച്വലി പ്രൊവൈഡ് എ മെന്റർ. ആ മെന്ററിനെ പ്രൊവൈഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ വി ഹാവ് ടു പ്രൊവൈഡ് നെസസറി ഫെസിലിറ്റീസ്. മേ ബി അവർക്ക് ചെയ്യാൻ വേണ്ടുന്ന ഒരു ലാബ് സപ്പോർട്ട് ആയിരിക്കും, നമുക്ക് ആ ലാബ് സപ്പോർട്ട് നമുക്ക് കൊടുക്കണം. അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന എൻവയോൺമെന്റ് കൊടുക്കണം, അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്ക് കൊടുക്കണം. ഇപ്പം റിക്വയർസ് മേ ബി ഒരു 5 സിസ്റ്റം വേണം, അവർക്ക് ഒരു സെർവർ വേണം, നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യണം. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു സോ ദാറ്റ് ദേ ക്യാൻ ആക്ച്വലി എക്സ്പെരിമെന്റ്. അവർ ആ രീതിയിൽ എക്സ്പെരിമെന്റ് ചെയ്ത് തന്നെ വിതൗട്ട് പുട്ടിങ് അവരുടെ ഒരു ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇടാതെ തന്നെ അവർക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും. സോ വി ഹാവ് ദി ഐഡിയ, ഫസ്റ്റ് റിസോഴ്സ് പേഴ്സണിനെ കൊടുക്കുന്നു, we have the design phase. Design phase, we are providing mentors, we are guiding them through the process, and we have a prototype ready. അവിടെ നിന്ന് അടുത്ത് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അവരെ പുറത്തുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും അൺടിൽ അതിന്റെ ഒരു മാനുഫാക്ചറിംഗ് രീതിയിൽ എത്തുന്നത് വരെ there are specific target audience. ആ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് അത് എത്തിക്കുന്ന there are people who actually necessarily do that. മൈ കമ്പനി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിമിലർ ഫീൽഡിൽ എക്സ്പോസർ ഉള്ള ആളായിരിക്കാം. ആ രീതിയിൽ കണക്ട് ചെയ്ത് കൊടുക്കാം ടു മേക്ക് ദം ഫൈനലി ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന രീതിയിൽ വരെ അവരെ കൊണ്ടുപോകാം. അവിടെ നമുക്ക് ഈ എൻറ്റയർ പ്രോസസ്സിൽ അവർക്ക് മേ ബി കുറച്ചധികം മോണിറ്ററി റിക്വയർമെന്റ് കാണും. മീൻസ് അവർക്ക് ഈ റിസോഴ്സ് മേടിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് ഒരു കുറച്ച് ഫീസ് ഉണ്ട് ആവശ്യമുണ്ട്, അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇസ് ബേസ്ഡ് ഓൺ ദാറ്റ് കോൺഫിഡൻസ്. അവർ ആ ഒരു ഡിസൈൻ ഫേസ് മുതൽ പ്രോട്ടോടൈപ്പ് വരെ എത്തുന്ന ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ ആ എമൗണ്ട് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മുടെ ഹൗസിനകത്ത് തന്നെ ലൈക്ക് കുറേയധികം idea startups actually നമ്മൾ കൊടുത്തിട്ടുണ്ട്. First we'll be providing a very nominal fee, maybe 15,000-20,000 to actually help them develop that. And if അവർ successful ആണെങ്കിൽ നമുക്ക് അതിനെക്കാട്ടി കൂടുതൽ കൊടുക്കാൻ പറ്റും. We have the option to do that. Every IEDC has the option to do that. ഒരു monetary support എന്തായാലും കൊടുക്കാൻ പറ്റും. So ultimately we have product ready. അവിടെ ഓരോ സ്റ്റേജസിനകത്ത് നമുക്കൊരു റിവ്യൂ പ്രോസസ് നമുക്ക് ആക്ച്വലി ചെയ്യാവുന്നതാണ്. കാരണം ഒരിക്കലും അത് കൊണ്ടുവരുന്ന ഒരു സ്റ്റുഡന്റിന് അത് മേ ബി അറിയണമെന്നില്ല അതിന്റെ ഒരു എൻറ്റയർ ഇമ്പാക്ടിനെ പറ്റി. So ഓരോ സ്റ്റേജസിലും we can actually provide very good resource persons to actually review that. അതിനെ റിവ്യൂ ചെയ്തതിന്റെ ഓരോ സ്റ്റേജസിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. And ultimately we have product ready. ആ പ്രോഡക്റ്റ് റെഡി ആയിട്ടുമ്പോഴത്തേക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അല്ലെങ്കിൽ IEDC itself provides such platforms. അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് കൊടുക്കണം. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ഐഡിയ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ട്. വേറെ അവിടെ നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് ആക്ച്വലി നമ്മൾ അവിടെ കൊണ്ടുപോകാൻ പോവുകയാണെങ്കിൽ അവിടെ ജഡ്ജ് ചെയ്യാൻ might be very eminent people working in the industrial sector. അവര് പോവുകയാണെങ്കിൽ I think ksum so he was actually one of the founding members of I think Technopark. So അവരൊക്കെ ആയിരിക്കും അവിടെ മേ ബി അതിനെ ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ ഇരിക്കുന്നത്. If ever they feel that okay അതൊരു എന്താ പറയുക പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ഒരു നല്ല ഇന്നോവേറ്റീവ് കാര്യങ്ങളാണ് ആർക്കെങ്കിലും ഒരാൾക്ക് തന്നെ തോന്നിയാൽ they provide platforms. റിപ്പീറ്റ് ആയിട്ട് തന്നെ ഐഡിയ ഫെസ്റ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ തന്നെ ഇത് തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷന് പല കോളേജിലായിട്ട് നടത്തുന്ന ഫെസ്റ്റിവൽസ് ഉണ്ട്, കുറേയധികം പ്ലാറ്റ്ഫോംസ് ഉണ്ട്, കുറേയധികം കോമ്പറ്റീഷൻസ് ഉണ്ട്. എവിടെ വേണം നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നും ഇഫ് എവർ നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും വി ക്യാൻ ജസ്റ്റ് ഡയറക്ട്ലി അപ്രോച്ച് ksum. ഓക്കെ വി ഹാവ്
product ready. നമുക്ക് ഇങ്ങനത്തെ ഒരു പുതിയൊരു ഇന്നോവേറ്റീവ് ഐഡിയ വന്നു. We have a product ready. We would like to actually review this in front of അവരുടെ കമ്മിറ്റി നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. സോ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇഫ് ദേ ഫീൽ കോൺഫിഡൻറ്റ്, അവിടെ നിന്ന് ആക്ച്വലി സംഭവിക്കുന്നത് വെച്ചാൽ വിൽ ബി ഐദർ കണക്റ്റഡ് ടു എന്താ പറയുക ഒരു വെരി ലാർജ് നെറ്റ്വർക്ക്, നമുക്ക് അതിനെ ഒരു പ്രോഡക്റ്റ് കംപ്ലീറ്റ് ഒരു മാനുഫാക്ചറിങ് സ്കെയിലേക്ക് പോകാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ യു receive the adequate funding to do that on your own. സോ അതാണ് അവിടാണെന്ന് വെച്ചാൽ ഈ ഒരു എൻറ്റയർ പ്രോസസ്സിലാണ് ഫ്രം ബേസിക് ഒരു ഐഡിയ ടു ദി എൻഡ് പ്രോഡക്റ്റ്. ഈ ഒരു എൻറ്റയർ പ്രോസസ്സിലാണ് IEDC അല്ലെങ്കിൽ ആ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഇൻഫ്ലുവൻസ് വരുന്നത് ടു മേക്ക് ദാറ്റ് ഈസി. സോ ദീസ് ആർ ദി ഫേസസ് ദാറ്റ് ആർ ഇൻവോൾവ് ഇൻ ദാറ്റ്. ഓക്കെ. സോ അത് വളരെയധികം ഒരു ക്ലാരിറ്റി കിട്ടി ആ സ്റ്റെപ്പ് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സോ അതിൽ എനിക്ക് ഫോളോ അപ്പ് ആയിട്ട് ചോദിക്കാനുള്ളത് ലൈക്ക് ഇപ്പോൾ അച്യുത് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തത് ഒരു സ്റ്റുഡന്റ് നമ്മളൊരു കോളേജിലുള്ള ഒരു സ്റ്റുഡന്റ് ഇപ്പോൾ ഒരു ഐഡിയ കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെ പോകാന്നുള്ളത്. സപ്പോസ് ഞാനൊരു ലൈക്ക് അതെ. പാസ് ഔട്ട് ആയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പ് ലൈക്ക് ഇത്രയും ഒരു സപ്പോർട്ട് നമ്മൾ KSUMന്റെ സൈഡിൽ നിന്ന് കിട്ടുമോ? ആക്ച്വലി യെസ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ബേസിക് തന്നെ അതാണ്. വൈൽ ഓൾസോ എൻഷുറിങ് അത് കോളേജിലെ സ്റ്റുഡൻസിലാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടത്. പക്ഷെ എങ്കിൽ പോലും ഇഫ് യു ആർ നമ്മൾക്കൊരു വർക്കിംഗ് ആണ് മേ ബി ഒരു 30-40 years old, നമുക്കൊരു ഐഡിയ ആക്ച്വലി തരുന്നു, വി ക്യാൻ ആക്ച്വലി അപ്രോച്ച് KSU ഫോർ ദ സെയിം. അവിടെ തന്നെ സ്റ്റുഡന്റിന് മാത്രമേ പ്രൊവൈഡ് ചെയ്യൂ എന്നൊരു അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ ഇവിടെ ഇല്ല. ലൈക്ക് എനി വൺ ക്യാൻ ആക്ച്വലി അപ്രോച്ച്. അവിടെ നിന്ന് നമുക്ക് ലൈക്ക് സെയിം തിങ് അവിടെ KSUവിന്റെ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി അങ്ങനത്തെ ഒരു ആക്ച്വലി കാര്യമാണെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ അവിടെ IDC വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്ക് actually a person who was actually working in a company also, had maybe around ഒരു 5 or 6 years of industrial experience, and he actually approached us. അത് അപ്രോച്ച് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫസേഴ്സിന്റെ ഒരു മെന്റർഷിപ്പ് ആക്ച്വലി റിക്വയർഡ് ആയിരുന്നു. ഐ തിങ്ക് ഹി വാസ് ഡിസൈനിങ് സംതിങ് ഓഫ് എ വെഹിക്കിൾ ദാറ്റ് could actually transmit cargo like ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളിന്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഐ തിങ്ക് അതിനകത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രൊഫസേഴ്സ് ഒക്കെ ആയിരുന്നു അതിനെ ഒരു മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്തത്. ഐ ഡോണ്ട് നോ ലൈക്ക് വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർവേർഡ്സ്. പക്ഷെ പുള്ളി അതിനെ ആ രീതിയിലാണ് നമ്മുടെ പ്രൊഫസേഴ്സിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടാണ് അവരതിനെ ലൈക്ക് ഒരു ഐഡിയ അതെങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ, കാരണം അതിന്റെ ഒരു ഇനീഷ്യൽ ഫേസിന് ശേഷം ഹി ആക്ച്വലി സെൻഡ് മീ ഒരു കംപ്ലീറ്റ് ഡോക്യുമെന്റ്, അതിന്റെ ഒരു ഡിസൈൻ ഫേസും അതിന്റെ ലൈക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇന്ന കാര്യങ്ങളാണ് അതിനകത്ത് വേണ്ടത്. സോ ടു സച്ച് ലെവൽ ദാറ്റ് ഒരു മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത എനിക്ക് പോലും ലൈക്ക് വായിച്ചിട്ട് ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടാൻ പറ്റും. സോ ആ രീതിയിൽ ആർക്ക് വേണം നമുക്ക് അപ്രോച്ച് ചെയ്യുന്നതാണ്. ഡയറക്ട്ലി കേസുവിൻ ആണെങ്കിലും അല്ലെങ്കിൽ ത്രൂ IDC ആണെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നതാണ്. നോട്ട് നെസസറിലി ബി എ കോളേജ് സ്റ്റുഡന്റ്. ഓക്കെ. സോ ദാറ്റ്സ് അബൌട്ട് ദാറ്റ്. ആൻഡ് പിന്നെ നമ്മൾ ഈ സ്റ്റാർട്ടപ്പിന്റെ കേസ് എടുക്കുമ്പോൾ ഇപ്പോൾ സപ്പോസ് കേരളത്തിൽ എനിക്കൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. സോ ഐ വാണ്ട് ടു ഗോ ടു എ VC ഫണ്ടിങ്. സോ അത് യെസ്, പോസിബിൾ ആണോ? ലൈക്ക് എങ്ങനെയായിരിക്കും അത് ചെയ്യാൻ പറ്റുന്നത്? ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഇപ്പം കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ താഴെ തന്നെ നമുക്ക് കുറേയധികം റിലയബിൾ VC ഫണ്ടിങ്സ് ഉണ്ട്. ഐ തിങ്ക് ലിസ്റ്റഡ് ഇൻ ദ ബേസിക് വെബ്സൈറ്റ് ഇറ്റ്സെൽഫ്. എന്ന് വെച്ചാൽ അവരുടെ വെബ്സൈറ്റിനകത്ത് തന്നെ നമുക്ക് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നെറ്റ് പറഞ്ഞില്ല, ഏഞ്ചൽ നെറ്റ്വർക്ക്സ് ആസ് വെൽ ആസ് ലൈക്ക് VC ഫണ്ടിങ്സ് അതെല്ലാം ആക്ച്വലി അവരുടെ ഇതിനകത്ത് തന്നെ ഉള്ളതാണ്. എന്ന് വെച്ചാൽ ദേ ഹാവ് എ സെറ്റ് ഓഫ് റെക്കഗ്നൈസ്ഡ് ഇൻവെസ്റ്റേഴ്സ് ഹു ക്യാൻ ആക്ച്വലി ഹെൽപ്പ് യു. പക്ഷെ അല്ലാതെ തന്നെ എന്ന് വെച്ചാൽ ഇഫ് വി ഡു ലിറ്റിൽ ബിറ്റ് ഓഫ് റിസർച്ച് നമുക്ക് ആക്ച്വലി നോട്ട് ജസ്റ്റ് ബേസ്ഡ് ഓൺ കേരള, ഒരു ഹോൾ ഇന്ത്യ ലെവൽ തന്നെ there are n number of venture capitalists. And I think നമ്മുടെ മേജർ ലീഡിംഗ് കമ്പനീസ് ഇല്ലേ ഇൻ IT സെക്ടർ ഓർ ഇൻ ദ മാനുഫാക്ചറിംഗ് സെക്ടർ, അവർ എല്ലാ കമ്പനീസിനും there's a specific wing assigned to that. Like they can ഓക്കെ. actually act as ഒരു വെഞ്ചർ കാപ്പിറ്റലിസ്റ്റ്. നമ്മുടെ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ടാറ്റ എലക്ട്രി അതുപോലുള്ള കമ്പനീസ് ഉണ്ടല്ലോ, ഇഫ് എ നോർമൽ പേഴ്സൺ അപ്രോച്ചസ് ദം ഇങ്ങനത്തെ ഐഡിയ വിച്ച് ക്യാൻ ബി ഇന്റഗ്രേറ്റഡ് വിത്ത് അവരുടെ ഫീൽഡ്, അങ്ങനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ they can actually do that. എന്ന് വെച്ചാൽ companies also can actually do that. They can act as a venture capitalist. They'll be providing ഇത്ര amount of funding as a research process. അവർ അതിനെ റിസർച്ച് പ്രോസസ് കൺവേർട്ട് ചെയ്യും. അവർ അതിനുള്ള ലൈക്ക് എക്യുപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം തരും. ദി ഓൺലി തിങ് ഇസ് അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴേക്ക് ഇൻഡയറക്ട്ലി എന്താണ് അവരുടെ കമ്പനിയിലേക്ക് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്നൊരു ഐഡിയ ആണ്. ആൻഡ് ദാറ്റ്സ് ഫൈൻ ഐ ഗസ്. മേ ബി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അവരുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് അതിനൊരു ബെറ്റർ പ്രൊഡിക്ഷൻ ഉണ്ടെന്ന് തോന്നിയാൽ ദാറ്റ്സ് എ പെർഫെക്റ്റ്ലി ഫൈൻ ഓപ്ഷൻ ഐ ഗസ്. ഓ, ഓക്കെ. സോ അടുത്ത എനിക്ക് അച്യുതൻ്റെ ചോദിക്കാനുള്ളത് ലൈക്ക് നോർമലി നമ്മൾ ഈ ഒരു കൊറോണ നേരത്തെ അച്യുത് പറഞ്ഞായിരുന്നു ഇതിനെക്കുറിച്ച് ലൈക്ക് കൊറോണ സമയം വന്നതിന് ശേഷമാണ് നമ്മളുടെ ഈ ഒരു സ്റ്റാർട്ടപ്പ് ബൂം വന്ന ഒരു സമയമായിരുന്നു കോവിഡ് സമയം. Yeah. ആ സമയം പല എന്താ പറയാ പല കമ്പനീസും സ്റ്റാർട്ട് ഔട്ട് ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ പലതും ഡ്രോപ്പ് ഔട്ട് ചെയ്തു.
സോ ഈ ഒരു നമ്മളൊരു സ്ട്രക്ചർ കണ്ടു. അതായത് ഇങ്ങനെ പെട്ടെന്ന് കുറെ സ്റ്റാർട്ടപ്സ് വന്നു. അതിലും ഓൾമോസ്റ്റ് 75% ലൈക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. സോ ഇത് നമ്മളുടെ ഇനി വരുന്ന ലൈക്ക് സ്റ്റാർട്ടപ്സിന് ലൈക്ക് ഒരു പേടി സ്വപ്നമായിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. ലൈക്ക് നോർമലി നമ്മളെല്ലാരും പറയുന്നത് ഇതാ. അതായത് സ്റ്റാർട്ടപ്പിൽ ഓൺലി 5-10% മാത്രമേ ലൈക്ക് ഗ്രോയിങ് അപ്പ് ആയിട്ട് സക്സസ്ഫുൾ ഒരു ആവും. വലിയൊരു സക്സസ്ഫുൾ ആവുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. സോ ഇതിന്റെ മേജർ കാരണം എന്തായിരിക്കും? ലൈക്ക് ഇങ്ങനെ ഈ ഒരു കൊറോണ വന്ന സമയത്ത് ഇത്രയും സ്റ്റാർട്ടപ്പ് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്നൊരു ബബിൾ ബസ്റ്റ് വന്നതുപോലെ പെട്ടെന്ന് കുറെ കമ്പനീസ് ഡ്രോപ്പ് ആയി. സോ അതിന്റെ ഒരു റീസൺ എന്തായിരിക്കും? ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് നമ്മൾ കോവിഡ് പെർസ്പെക്ടീവിനകത്ത് പറയുകയാണെങ്കിൽ ഡ്യൂറിംഗ് ദാറ്റ് കോവിഡ് ടൈം ഡിമാൻഡ് വാസ് ലൈക് സിഗ്നിഫിക്കൻറ്റ്ലി ഹൈ. പക്ഷേ നമ്മളിപ്പോൾ ഒരു അതിന് റിക്വയർഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഭയങ്കരധികം ഹൈ ആയിരുന്നു. സച്ച് എൻ എക്സ്റ്റെന്റ് ഇപ്പോൾ ഒരു 100 കമ്പനീസ് ആ സമയത്ത് അത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ was properly justified. കാരണം ഡിമാൻഡ് എത്ര ഉണ്ടായിരുന്നു, വിച്ച് നീഡഡ് സച്ച് എമൗണ്ട് ഓഫ് കമ്പനീസ് ടു ആക്ച്വലി കം അപ്പ് വിത്ത് പ്രോഡക്ട്സ്, ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ്. കാരണം അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബേസിക് റിസോഴ്സ്, നമുക്കിപ്പോൾ ഒരു മാസ്കിന്റെ പ്രൊഡക്ഷൻ ആണെങ്കിൽ പോലും initially it was very expensive, to be honest. ഇപ്പോൾ ഒരു N95 മാസ്ക് മേടിക്കുന്നത് was kind of expensive. പക്ഷേ what happened is കുറേയധികം companies started producing that, which led to significant price reduction എല്ലാം. Like ആ രീതിയിൽ it was actually justifiable. And what happened afterward is when the demand significantly drop out, demand ഭയങ്കരമായിട്ട് കുറഞ്ഞപ്പോഴത്തേക്ക് we can actually expect that okay, ആ demand കുറയുന്നു, which means ഇത്രയും companies are not required, അല്ലെങ്കിൽ ഇത്രയും production is not required. So you can actually expect some of them to actually drop off. പക്ഷെ അവിടുത്തെ ഒരു ബാഡ് കാര്യം ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ഡിമാൻഡിനെ മാത്രം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് മാത്രമാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഇമാജിൻ ദം ഗോയിങ് ഔട്ട് ഓഫ് ബിസിനസ്. ഡിമാൻഡ് പോയി കഴിയുമ്പോഴത്തേക്ക് യു ക്യാൻ ആക്ച്വലി എക്സ്പെക്ട് ദം ഗോയിങ് ഔട്ട് ഓഫ് ബിസിനസ്. പക്ഷേ ഒരു ഇൻഷുറൻസ് പറയാണ്, ഇപ്പൊ ഒരു മെഡിക്കൽ സപ്ലൈസ് ആണ് ഡെഫിനറ്റ്ലി ആ സമയത്ത് കൂടിയത്. നോൺ ജസ്റ്റ് കോവിഡിനെ ബേസ് ചെയ്തുള്ള മെഡിക്കൽ സപ്ലൈസ് അല്ല, ബാക്കി എല്ലാം ചെയ്യുന്ന രീതിയിൽ ഗ്രോ ചെയ്ത കമ്പനീസ് ഉണ്ട് വിത്തിൻ ദിസ് കോവിഡ് പീരീഡ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മെഡിസിൻസ് അവൈലബിൾ ആയിട്ടുള്ള മേബി നമുക്ക് കുറവായിരിക്കും. അപ്പൊ മെഡിസിൻസ് ആക്ച്വലി സപ്ലൈ ചെയ്യുന്ന ജസ്റ്റ് മേ ബി 1 or 2 സർവീസ് പ്രൊവൈഡേഴ്സ് മെഡിസിൻസ് ആക്ച്വലി ക്വാളിറ്റി മെഡിസിൻസ് നമുക്ക് ഡെലിവർ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ there are more than 5-6 different companies that actually do that. So അവർ ആക്ച്വലി കോവിഡ് ടൈമിൽ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് നീഡിനെ സ്പെസിഫൈ ചെയ്യുന്നുള്ളതിനെക്കാട്ടി ഒരു ഗ്രേറ്റ് നമ്പർ ഓഫ് കാര്യങ്ങൾ അവർ അണ്ടർടേക്ക് ചെയ്തു. ആൻഡ് ഹെൻസ് ദേ ആർ ഏബിൾ ടു സർവൈവ് ഈവൻ ആ ഒരു കോവിഡ് സ്കെയർ കഴിഞ്ഞതിന് ശേഷം ദേ ആർ ആക്ച്വലി ഏബിൾ ടു സർവൈവ്. സോ ബാക്കിയുള്ള കമ്പനീസ് we can actually imagine that going out of business. And അതൊരു പേസ് സ്വപ്നമായിട്ട് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഷുഡന്റ് ആക്ച്വലി. നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് മാത്രം നോക്കിയിട്ട് എത്ര പെർസെന്റേജ് സക്സസ്ഫുൾ ആയുള്ളൂ എന്ന് നോക്കിയിട്ട് ആക്ച്വലി കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് സസ്റ്റൈനിങ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സസ്റ്റൈനിങ് കമ്പനി ഇസ് ഹൈലി ഇമ്പോർട്ടന്റ്. സോ ആക്ച്വലി നമ്മൾ ചെയ്യേണ്ട എന്താണ്, ആ ഒരു സിറ്റുവേഷനിൽ വരുന്നു അതിന്റെ ഡിമാൻഡ് കുറയും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ വി ഷുഡ് ആക്ച്വലി എക്സ്പ്ലോർ അതർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി എക്സ്പ്ലോർ ചെയ്ത് ആ രീതിയിൽ നമ്മൾ സർവൈവ് ചെയ്യാൻ നോക്കും. ആൻഡ് ദാറ്റ് ഇസ് ആക്ച്വലി സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ ടു ദാറ്റ് കമ്പനി, ടു ദാറ്റ് ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡിയനെ മാത്രം ബേസിലുള്ള ഒരു കാര്യമാണ്. സോ ഇൻ ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്ര കമ്പനീസ് വളരെ സക്സസ്ഫുൾ ആയുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് നോർമൽ പേഴ്സൺ ഷുഡിൻ ഗെറ്റ് അറൗണ്ട്. ഒരിക്കലും അങ്ങനത്തെ ഒരു ഓക്കെ അതിനായിട്ട് ഭയങ്കര റിസ്ക് ഉണ്ടെന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ഓക്കെ. സോ അതാണ് നേരത്തെ ഇതേ സെയിം കാര്യം നമ്മൾ സംസാരിച്ചത്. ലൈക്ക് ഓരോ കമ്പനിയുടെ അവരുടെ എന്താ പറയാ, അവരുടെ എന്തിലാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ആ സാഹചര്യം എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ സക്സസ് റേറ്റും കാര്യങ്ങളും. നോർമലി നമ്മൾ അതെ എന്താ പറയാ, ലൈക്ക് ഇപ്പൊ സ്റ്റോക്സ് ആയാലും എന്തായാലും നമ്മൾ പറയുന്നത് ലൈക്ക് ഇത്രമാത്രം സക്സസ്ഫുൾ ആണ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, ഒരു എന്താ പറയാ, നമുക്ക് നോർമലി ഒരു ഇത് പറയും, ഒരു തോന്നൽ വരും ലൈക്ക് ഇത് ഓക്കെ ആണ്, പക്ഷെ ഇത് ഓക്കെ അല്ല അതെ അതെ. എന്ന് തോന്നും. നോർമലി അതാണ് നമ്മളുടെ എല്ലാവരും കണ്ടുവരുന്ന ഒരു പ്രവണത. സോ അതാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കാരണം. ഓക്കെ ഓക്കെ. സോ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മള് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ലോണാണ് നമ്മളുടെ ഒരു മുദ്ര ലോൺ എന്ന് പറയും. സോ അതെ. അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സോ ആക്ച്വലി മുദ്ര ലോൺസ് എന്ന് പറയുന്നത് ആക്ച്വലി വൺ ഓഫ് ദ ലോൺസ് ദാറ്റ് ഇസ് ആക്ച്വലി സാങ്ഷൻ ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ലോണാണ് മുദ്ര ലോൺസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ. നമ്മൾ ഇപ്പോൾ ഒരു മുദ്ര ലോൺ മാത്രമല്ല, വി ആക്ച്വലി ഇസ് അബൌട്ട് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. സോ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് the central government itself has like many loans and many services that can be availed by common man. And അതിനോടൊപ്പം
തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന സ്കീംസ് അല്ലാണ്ട് തന്നെ ബാങ്ക്സ് ഓഫർ ചെയ്യുന്ന സ്കീമുണ്ട് ടു സപ്പോർട്ട് സ്മോൾ ബിസിനസ്സസ്. സോ ആക്ച്വലി കുറെ അധികം ലോൺസ് ആക്ച്വലി ഒരു കോമൺ മാൻ അവൈലബിൾ ആണ്. ആൻഡ് അതിലെ ഒരു സിഗ്നിഫിക്കന്റ് വൺ ആണ് മുദ്ര ലോൺസ് എന്ന് പറയുന്നത്. ആക്ച്വലി ലോഞ്ച് ഇൻ 2015 സംതിങ്. സോ വാട്ട് ആക്ച്വലി ഡസ് ഇസ് ഒരു എന്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ ഹി ക്യാൻ അവൈൽ അപ് ടു 10 lakhs rupees, 10 ലക്ഷം രൂപ വരെ ആ ഒരു ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹി ക്യാൻ അവൈൽ ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ് ഇറ്റ്സെൽഫ്. എന്ന് വെച്ചാൽ ഡയറക്ട്ലി സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണത്. ആൻഡ് അത് certain extent കുറെ അധികം പേരെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ടു സ്റ്റാർട്ട് ന്യൂ വെഞ്ചേഴ്സ്. കുറെ അധികം നീഡ് നോട്ട് നെസസറിലി നമ്മളിപ്പോ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ എന്റെ ലിറ്റൽ ഐഡിയ അല്ല, മേ ബി ഒരു ചെറിയൊരു സംരംഭം, ഒരു ചെറിയൊരു എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. സോ ദാറ്റ് ഇസ് ഹൈലി ബെനിഫിഷ്യൽ, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. സോ മുദ്ര ലോൺസ് ആക്ച്വലി ഏതാണ് ചെയ്യുന്നത്? Actually, like Mudra loans in the market, not just Mudra loans, any person can actually avail such kind of loans which are provided directly by the government of India or actually provided by banks. Mudra loans in the market is a significant loan and which can be availed by any person. So, നമുക്ക് ആർക്കാണെങ്കിലും ഒരു ഡയറക്റ്റ് റിക്വസ്റ്റ് കൊടുത്ത് നമുക്ക് based on the capacity of the enterprise we are aiming to start, നമുക്ക് ആ ഒരു significant amount നമുക്ക് actually obtain ചെയ്യാവുന്നതാണ്. This is a pretty good thing. This is a pretty good thing invented by the government of India. നമുക്ക് അച്യുവിന്റെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ളത് കേരളത്തിന്റെ ഇഷ്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തില് ഇപ്പോൾ പുതിയ ടെക്നോളജീസോ അല്ലെങ്കിൽ പുതിയ ഇൻഡസ്ട്രീസോ ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ അഡ്വാൻസ് സംഭവങ്ങൾ വരുമ്പോഴത്തേക്കും നോർമലി നമ്മളൊരു റെസിസ്റ്റൻസ് കാണാറുണ്ട് സ്ഥിരമായിട്ട്. ലൈക്ക് നോർമലി ഇപ്പോൾ എൻവയോൺമെന്റൽ ഇഷ്യൂ ആയാലും അല്ലെങ്കിൽ സിമിലർ എന്തെങ്കിലും ഇഷ്യൂ പ്രോബ്ലംസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് നോക്കുമ്പോൾ ലൈക്ക് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ടപ്സിനെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് കേരളത്തിൽ സ്റ്റാർട്ടപ്സിന്റെ ഫ്യൂച്ചർ അതെങ്ങനെയായിരിക്കും? ആക്ച്വലി അതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം വിത്ത് റെസ്പെക്ട് ടു നമ്മളിപ്പോ ഒരു കോമൺ സെനറിയോ നമ്മൾ കാണുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ദർ ഇസ് എ ജനറൽ ടെൻഡൻസി എമംഗ് ദി കോമൺ പബ്ലിക് ഒരു പുതിയൊരു സംരംഭം അല്ലെങ്കിൽ പുതിയൊരു മേ ബി ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഓർ മേ ബി എ ഫാക്ടറി ഓർ ഇൻഡസ്ട്രി ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് യു ക്യാൻ എക്സ്പെക്ട് ഒരു ജനറൽ എന്ന് പറയുന്ന വെച്ചാൽ ആൾക്കാർക്കിടയിൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഭയം അല്ലെങ്കിൽ കൈൻഡ് ഓഫ് അൺസർട്ടനിറ്റി, അവരതിനെ ഏതെങ്കിലും രീതിയിൽ അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, ആ രീതിയിലൊക്കെ നമുക്ക് യൂഷ്വലി കാണുന്നതാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് അത് ജസ്റ്റിഫൈഡ് ആണ്. കാരണം നമ്മൾ ഈ നേരത്തെ ഉള്ള എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ദർ ആർ അവർ ഓപ്പൺ ചെയ്യുന്ന മേ ബി ഒരു ഫാക്ടറി ആയിരിക്കും അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിരിക്കും ദറ്റ് ക്യാൻ കോസ് ഫെറ്റാലിറ്റീസ് ടു ദ പീപ്പിൾ ഹു ആർ ആക്ച്വലി അറൌണ്ട് ദർ. ആ രീതിയിലുള്ള ഇഷ്യൂസ് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. സോ അങ്ങനെ ഒരു പാസ്റ്റ് മേ ബി കഴിഞ്ഞ് വന്നുകൊണ്ടായിരിക്കും പീപ്പിൾ ഓഫ് സ്റ്റിൽ ഈ ഒരു ജനറേഷനിലെ ആൾക്കാരും കൈൻഡ് ഓഫ് ഒരു അൺസർട്ടൺ ആണ് അങ്ങനത്തെ ഒരു പുതിയൊരു വെഞ്ചർ അവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്തതിനെ പറ്റി. കാരണം നാച്ചുറലി അവരുടെ ഒരു തോട്ട് എന്താണ്, ഏതെങ്കിലും രീതിയിൽ സോ അവിടെ ആക്ച്വലി രണ്ട് കാര്യങ്ങൾ ഏറ്റവും വാലിഡ് ആയിട്ടുള്ളതുണ്ട്. ലെറ്റ്സ് സേ യു ആർ ഓപ്പണിംഗ് അപ്പ് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ അത് ഒരു പുതിയൊരു ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ ഒരു സ്ഥലത്ത് സെറ്റപ്പ് ചെയ്യുകയാണ്. ഒരു എൻറ്റയർ തിങ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയെ വിത്ത് റെസ്പെക്ട് ഉള്ള ഒരു കംപ്ലീറ്റ് കാര്യം നമ്മൾ ഒരിടത്ത് സെറ്റപ്പ് ചെയ്യുകയാണ്. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഈസ് ആക്ച്വലി റിക്വയർഡ് ഇസ് അവിടുത്തെ ആൾക്കാരെ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ലെറ്റ്സ് സേ അതിനൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട് അല്ലെങ്കിൽ അത് എഫക്ട് ചെയ്യുന്ന ഒരു സർട്ടൻ നമ്പർ ഓഫ് ആൾക്കാരുണ്ട്. അവരുടെ നമുക്ക് മേ ബി കോപ്പറേഷൻ വേണമായിരിക്കും അല്ലെങ്കിൽ ലൈക്ക് അവരുടെ ഒരു ഒരു നോർമൽ പാസേജ് എന്നുള്ള രീതിയിൽ നോർമലി നടത്തുമ്പോൾ അവരുടെ ഒരു കോപ്പറേഷൻ എന്തായാലും അതിന്റെ കൂട്ടത്തിൽ വേണമായിരിക്കും. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഈസ് ആക്ച്വലി റിക്വയർഡ് ഇസ് അവയർനെസ്. അവിടെ ഒരു അവയർനെസ് ബിൽഡപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ എമംഗ് ദാറ്റ് പീപ്പിൾ വൈ ദിസ് ആക്ച്വലി എക്സിസ്റ്റ്, ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, ഇത് ഏതൊക്കെ രീതിയിലാണ് അവരെ ലൈക്ക് പോസിബിളി ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് വി നീഡ് ടു ഗീവ് എ സർട്ടൻ നമ്പർ ഓഫ് ഗ്യാരണ്ടീസ്, അത് ഒരു തരത്തിലും അവർക്ക് ഹാംഫുൾ ആയിരിക്കില്ല എന്നുള്ള രീതിയിൽ. സോ അങ്ങനത്തെ ഒരു അവയർനെസ് ഇനീഷ്യലി ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ലെറ്റ്സ് നമ്മളൊരു പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കുള്ള അവർക്ക് ഒരു അൺസർട്ടനിറ്റി ഉള്ളത്. നമ്മൾ അതിനെ ക്ലിയർലി ഡിഫൈൻ ചെയ്യുകയാണ്. ഓക്കെ, ദീസ് ആർ ദ തിങ്സ്, നമ്മൾ ഇവിടെ ചെയ്യുന്ന ഇന്ന കാര്യങ്ങളാണ്. അത് മേ ബി എന്ന് വെച്ചാൽ അവർക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിലുണ്ടെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്ത് നമുക്ക് പറയുകയാണെങ്കിൽ ദെൻ നോ ലോnger അവർ അൺസർട്ടനിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദേ ക്യാൻ ജസ്റ്റ് കാഷ്വലി ഗെറ്റ് ഓൺ വിത്ത്. അതിനകത്ത് അവരുടെ ഒരു കോപ്പറേഷനും കാണും. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഷുഡ് ബി ദ വേ ഗോയിങ് ഫോർവേഡ്. ഒരിക്കലും എന്താ പറയുന്ന വെച്ചാൽ ആൾക്കാരെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതല്ല. വി നീഡ് എ ഫൈൻ കോപ്പറേഷൻ ബിറ്റ്വീൻ ദാറ്റ്. ആൻഡ് ഐ തിങ്ക് ഇപ്പോഴത്തെ ഒരു എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ ഇസ് കൺസിഡറബിളി ബെറ്റർ എന്ന് വെച്ചാൽ ഒരു നേരത്തെ ഉള്ളതിനെ കാട്ടി ഇന്ന് കുറച്ചുകൂടെ നോളജബിൾ ആയിട്ടുള്ള പീപ്പിൾ I think with respect to Kerala, I think that's a very valid thing. In every nook and corner, like any person can be average, education, like എന്തായാലും കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. So they're able to perceive things, they're able to understand things. So അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ if they properly understand what we are about to do to that, അല്ലെങ്കിൽ ഒരു പുതിയ സംഭവം തുടങ്ങുമ്പോഴത്തേക്ക് എന്താണെന്നൊരു ക്ലിയർ ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ then അവർക്ക് ആ ഒരു പേടി അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല.
അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് പേഴ്സണലി അറിയാനും എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് പേഴ്സണലി അറിയാൻ താല്പര്യമുള്ള ചോദ്യമാണ്. ഇപ്പൊ ഓക്കെ. നമ്മളിപ്പോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നോർമലി വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഓൺടർപ്രണർഷിപ്പ് ആ ഒരു പാത്ത് ചൂസ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് നമ്മളുടെ നോർമലി ഫാമിലീസിലൊക്കെ ഉള്ള ഇഷ്യൂ ഇതാണല്ലോ ലൈക്ക് ഒരു റിസ്കി ബിസിനസ് അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റിസ്കി ജോബാണ്. ലൈക്ക് ഗവൺമെന്റ് ജോബ് എന്ന് പറയുമ്പോൾ നോർമലി എന്താ ലെസ്സർ റിസ്ക് ഉള്ളൊരു ജോലിയാണ്. Yeah. സോ ആ ഒരു ഇഷ്യൂ നമ്മൾ നോർമലി കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ്. സോ അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ഒരു സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞാൽ നോർമലി 5-10% സക്സസ് റേറ്റേ ഉള്ളൂ എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് കൂടുതൽ പേടി വരും. സോ അവരെ നമ്മൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? ഈ ഒരു ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? ടു ബി ഓണസ്റ്റ് അതിന്റെ ഉത്തരം പറയാനെങ്കിൽ ഞാൻ ആദ്യം എന്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്തതിന് ഈ ഒരു ഡെഫിനറ്റ് ജോലി പോകേണ്ട കാര്യമില്ല എന്നുള്ളത്. പക്ഷെ ഐ തിങ്ക് അതൊരു ഭയങ്കര ഒരു വലിയ ചലഞ്ചാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഇല്ല എന്ന് വെച്ചാൽ ഞാൻ എന്റെ കോളേജിനകത്ത് കണ്ടൊരു പ്രവണത എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് ആൾക്കാർ എന്ന് വെച്ചാൽ മേ ബി ഒരു 95% ആൾക്കാർ ജസ്റ്റ് തിങ്കിങ് ലൈക്ക് പഠിക്കണം, സിഗ്നിഫിക്കന്റ് ഗ്രേഡ്സ് കിട്ടണം, നല്ല ഇതിലും കമ്പനിയിൽ പ്ലേസ്ഡ് ആവണം. ഇത് മാത്രമാണ് അവരുടെ ഒരു എൻറ്റയർ എന്താ പറയുക വെച്ചാൽ പ്രീ പ്ലാൻഡ് ആയിട്ട് വെച്ചേക്കുന്ന ഈ ഒറ്റ കാര്യമാണ്. അറ്റ്ലീസ്റ്റ് അവിടെ ഒരു എക്സ്പെരിമെന്റ് പോലും ചെയ്യുന്നില്ല. ഓക്കെ, എനിക്ക് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്താണെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്. മേ ബി ഞാൻ ഒരിക്കലും പറയത്തില്ല ഇപ്പൊ ഒരു 100 പേരുണ്ടെങ്കിൽ ആ 100 പേരും അവരുടെ ഐഡിയ ആയിട്ടുള്ള രീതിയിൽ പോയി സക്സസ്ഫുൾ ആവണമെന്നില്ല. ദർ ആർ പീപ്പിൾ ഹു ആർ ആക്ച്വലി വെരി ഗുഡ് അറ്റ് എ സ്കിൽ. അവർക്ക് അങ്ങനത്തുള്ള കമ്പനീസ് തന്നെ ആയിരിക്കും പോകേണ്ടത്. പക്ഷേ ഈവൻ അങ്ങനത്തുള്ള ഐഡിയാസ് ഉള്ളവർ പോലും അതിനെ പറ്റിയിലേക്ക് ഒന്നും ചിന്തിക്കുന്നില്ല. വീട്ടുകാരെ കൺവിൻസ് ചെയ്യിക്കുന്നത് ഇസ് ദി ലൈക് സെക്കൻഡറി തിങ്. പ്രൈമർലി അവർ തന്നെ ആ ഒരു ഡിസിഷൻ എടുക്കണം. ഓക്കെ, ലൈക് നോ മാറ്റർ വാട്ട് ഐ എം ഗോണ പെർസ്യൂ ദിസ്, ഈ രീതിയിൽ തന്നെ പോകണം എന്ന് ലൈക്ക് അവർ തന്നെ ഡിസൈഡ് ചെയ്യണം. ദാറ്റ്സ് എ പ്രൈമറി തിങ്. ആൻഡ് സെക്കൻഡ്, വീട്ടുകാരെ കൺവിൻസ് ചെയ്യുന്നത് നമുക്ക് ശരിയാണ്. ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു കുറച്ച് മിഡിൽ ക്ലാസ് ആണ്. വി കനോട്ട് അഫോർഡ് ടു മേ ബി എന്ന് വെച്ചാൽ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഇങ്ങനെ ജോബ്ലെസ് ആയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പ്രൊവൈഡ് ചെയ്യാത്തുള്ള രീതിയിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഈവൻ ദെൻ നമ്മുടെ ഒരു എന്താ പറയുക ഒരു ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇഫ് എവർ പോസിബിൾ വി ഷുഡ് ആക്ച്വലി ഡു ദാറ്റ്. അത് വീട്ടുകാരെ കൺവിൻസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് എ സെക്കൻഡറി തിങ്. പ്രൈമർലി ലൈക് സ്വയമേ തന്നെ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, ഐ എം ഗോണ ഡു ദിസ്, ഐ എം ഗോണ ജസ്റ്റ് പെർസിസ്റ്റ് വിത്ത് ദാറ്റ് അൺടിൽ ഇറ്റ് ബിക്കംസ് എ സക്സസ്. അതിനുശേഷം എന്ന് വെച്ചാൽ ഫസ്റ്റ് അവർ ഇനീഷ്യലി തുടങ്ങി ആ ഒരു കപ്പാസിറ്റിയും എല്ലാം മേ ബി ഡിസ്പ്ലേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഐ തിങ്ക് ഇറ്റ് മൈറ്റ് ബി ഈസി ടു കൺവിൻസ് യുവർ പാരന്റ്സ്. കാരണം നമ്മുടെ പാരന്റ്സിനെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി ദേ ആർ ബൗണ്ട് ടു ഫീൽ കൺസേൺഡ്. ഇസ് ദാറ്റ് എ സേഫ് ഓപ്ഷൻ എന്നുള്ളത്. പക്ഷെ ഐ തിങ്ക് ലൈക്ക് നമ്മുടെ ഒരു ഇൻപുട്സ് ലൈക്ക് അത്രയും വന്ന് കഴിയുമ്പോഴേക്ക് ഇറ്റ് മൈറ്റ് ബി ഈസിയർ ടു കൺവിൻസ് ദം. നമ്മൾ പറയത്തില്ലെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇനീഷ്യലി തന്നെ അങ്ങ് ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടണം എന്നില്ല. പക്ഷെ ഐ തിങ്ക് അവിടെ ഒരു ഒപ്റ്റിമിസം ബിൽഡപ്പ് ചെയ്യാം. നമ്മൾ ഇത്രയും നേരത്തെ എഫേർട്ട് ഇടുന്നുണ്ട്, സൂണർ ഓർ ലേറ്റർ അത് നമുക്ക് എന്തായാലും റിസൾട്ട്സ് കിട്ടും. സോ അങ്ങനത്തെ ഒരു ഫാക്ടർ പേരൻസിനെ വെക്കുകയാണെങ്കിൽ ഇറ്റ് മൈറ്റ് ബി ഈസിയർ ടു കൺവിൻസ്. പക്ഷെ അതിനോ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും പേരൻസ് കൺവിൻസ് ചെയ്യുന്ന ഒരിക്കലും ഒരു ഈസിയർ ടാസ്ക് അല്ല. ഐ തിങ്ക് ദാറ്റ്സ് എ സെപ്പറേറ്റ് ഇഷ്യൂ എന്ന് വെച്ചാൽ അതിന്റെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് എന്താ പറയുക രീതിയിലുള്ള ഡിസ്കഷൻ ആണ് നമുക്ക് വേണ്ടത്. അച്യുത് പറഞ്ഞ ആദ്യത്തെ പോയിന്റ് ഭയങ്കര വാലിഡ് ആണ്. ലൈക്ക് നോർമലി നമ്മളുടെ എഞ്ചിനീയറിംഗ് കോളേജസിലൊക്കെ കണ്ടുവരുന്ന ഇതാണ് ലൈക്ക് പഠിക്കുക, പ്ലേസ്ഡ് ആവുക, ഏതെങ്കിലും ഒരു നല്ല കമ്പനിയിൽ പ്ലേസ്ഡ് ആവുക എന്ന്. അതായത് ജോലി അതെ. കൊണ്ട് കോളേജിൽ നിന്ന് ഇറങ്ങുക എന്നുള്ള രീതിക്കാണ് നോർമലി കാണുന്നത്. ലൈക്ക് ഞാനും അങ്ങനെ ചിന്തിച്ച ഒരാളാണ്, ഓപ്പൺലി പറയാണ്. സോ ഇത് കേൾക്കുമ്പോഴാണ് ലൈക്ക് നമുക്കും മനസ്സിലാവുന്ന ലൈക്ക് ഇങ്ങനെയും ഉണ്ട്. ഓക്കെ, ഓരോ ഒപ്പീനിയൻസ് പറയുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ നമ്മളുടെ മൈൻഡ് കറക്റ്റ് ആവും. യാ, സോ ഞാൻ എന്തായാലും ആക്ച്വലി മറിച്ച് ചിന്തിച്ചതാണ്. പക്ഷെ ആ, അൾട്ടിമേറ്റ്ലി ഞാനിപ്പോ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ടു ബി ഓണസ്റ്റ് ഞാൻ ജസ്റ്റ് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു മൈ കമ്പനി, ഞാൻ ഈ കയറുന്നതിന് മുന്നേ തന്നെ IT കമ്പനീസിനെയും എല്ലാത്തിനെയും ഭയങ്കര വിസിബിളി എന്താ പറയാ പുച്ഛിച്ച് നടന്ന ഒരാളാണ്. ദീസ് ആർ ജസ്റ്റ് മാസ് റിക്രൂട്ടിംഗ് കമ്പനീസ്. അവർ ജസ്റ്റ് നോർമലി എടുക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒരു സ്പെസിഫിക് സ്കിൽ സെറ്റ് മാത്രം തന്ന് നമ്മളെ ജസ്റ്റ് എന്താ പറയാ അങ്ങനെ വർക്കപ്പ് ചെയ്യിക്കുന്നു. ആ രീതിയിലുള്ള ഒപ്പീനിയൻ ഉള്ള ആളായിരുന്നു ഞാൻ. പക്ഷേ ലൈക് 2 ഇയേഴ്സ് ലേറ്റർ ഐ ഫൈൻഡ് മൈസെൽഫ് വർക്കിംഗ് ഇൻ എ കമ്പനി, ഇൻ എ വെരി സ്പെസിഫിക് IT കമ്പനി. ഞാൻ ലൈക് എക്സ്പെക്ട് ചെയ്ത ഒരു ജോലി തന്നെ ചെയ്യുന്ന ഒരു ഇതാണ്. പക്ഷേ ഐ തിങ്ക് ഇന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് ഫൈൻ. കാരണം എനിക്ക് ലൈക് കുറേയധികം ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ടു സച്ച് ആൻ എക്സ്റ്റെന്റ് ദാറ്റ് ഞാൻ ഒരിക്കലും എന്നെ ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഐ എം ഗോണ കണ്ടിന്യൂ വിത്തിൻ ദിസ്. ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന നോളജ് വെച്ച് മേ ബി എനിക്കൊരു എന്താ പറയാ ഒരു കോളേജ് തേർഡ് ഇയർ ഓർ ഫോർത്ത് ഇയർ ഉള്ള ഒരു ഐഡിയയെ കാട്ടി ഇന്ന് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് ഫ്രെയിം ചെയ്യാൻ പറ്റും. നാളെ ഇപ്പം എനിക്കായിട്ടൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നൗ ഐ ഹാവ് ദ നെസസറി റിസോഴ്സസ്. എനിക്ക് അത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള എനിക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്, ഒരു ഇൻഡസ്ട്രി എക്സ്പോഷർ ഉണ്ട്. സോ ഐ തിങ്ക് ഈവൻ ഇഫ് നമ്മൾ ജോലിക്ക് കയറിയാലും ദാറ്റ്
that shouldn't be the end of it. നമ്മൾ ആ രീതി തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. We can also like think of such things afterwards. തീർച്ചയായിട്ടും. സോ എനിക്ക് അച്യുതന്റെ അടുത്ത് ലാസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ലൈക് Yeah. നോർമലി നമുക്ക് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് കൂടുതൽ ഈ ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ചും സ്റ്റാർട്ടപ്സിനെ കുറിച്ചും ഒക്കെ കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ള കുറെ ആൾക്കാർ കാണും. സോ Hmm. അവർക്കെല്ലാം വേണ്ടിയിട്ട് ലൈക് എനി സജഷൻസ് ഉണ്ടോ? ഈ ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസോ അങ്ങനെ എന്തെങ്കിലും? ഓക്കെ, ജസ്റ്റ് പ്രൈമറിലി പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റും അല്ലെങ്കിൽ അവരൊരു നോളജ് അക്വയർ ചെയ്യുന്ന മീഡിയംസ് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ ഇഫ് യു വിഷ് ടു നോ മോർ അബൌട്ട് യുനോ സച്ച് സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ IDCs ആണെങ്കിലും അല്ലെങ്കിൽ യു കെൻ ജസ്റ്റ് റാൻഡംലി ബ്രൗസ് അപ്പ് ദി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വെബ്സൈറ്റ് ഓർ സംതിങ്. അവരുടെ ഇവന്റ്സ് നോക്കാം, അവരുടെ ഇവന്റ്സിലേക്ക് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് യു ഹാവ് ദി ഓപ്പർച്യൂണിറ്റി, ഞാനൊരു ഒരു അഡീഷണൽ ഇൻപുട്ട് ആയിട്ട് പറയാണ്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻസ് എല്ലാ വർഷവും ഒരു എന്താ പറയാ ഒരു ഐഡിയ ഫെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യും. നോട്ട് ജസ്റ്റ് ഐഡിയ ഫെസ്റ്റ്, ഐ തിങ്ക് ഇറ്റ്സ് ആൻ IEDC സമ്മിറ്റ്. എക്സാക്ട്ലി, ഒരു IEDC സമ്മിറ്റ് എല്ലാ വർഷവും ആക്ച്വലി കണ്ടക്ട് ചെയ്യുന്നതാണ്. നമുക്ക് പ്രീവിയസ് 2 years ഐ തിങ്ക് മറ്റേ കോവിഡിന്റെ സ്കെയർ കാരണം ഇല്ലായിരുന്നു. ബട്ട് ഐ തിങ്ക് ദിസ് ഇയർ അവർ ജൂനിയേഴ്സ് ആക്ച്വലി വെന്റ് ഫോർ ദാറ്റ്. ഈ വർഷം ഉണ്ടായിരുന്നു. 2022 ദർ എക്സിസ്റ്റഡ് ആൻ IEDC സമ്മിറ്റ്. അതിന്റെ ഒരു ബേസിക് എന്താ പറയുന്നത് വെച്ചാൽ, എന്നെ ഒരുപാട് ആകർഷിച്ച ഒരു കാര്യമുണ്ട്. ഞാൻ 2019 ഐ തിങ്ക് 2018 സംതിങ് 2018 or 19 ഫസ്റ്റ് ഞാൻ IDC സമ്മിറ്റിന് പോകുന്നത് വാസ് കാഞ്ഞിരപ്പള്ളി കോളേജ് ഉണ്ടല്ലോ, വിച്ച് വൺ വാസ് ദാറ്റ്, പ്രൈവറ്റ് കോളേജ്. യൂഷ്വലി നമ്മുടെ ആനന്ദം സിനിമയിലൊക്കെ വരുന്ന ഒരു കോളേജ് ഉണ്ട്. ആ കോളേജിൽ അവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഒരു IDC സമ്മിറ്റ് നടന്നത്. ആൻഡ് അവിടെ ചെന്ന് ഐ വാസ് ജസ്റ്റ് കംപ്ലീറ്റ്ലി ഓസ്ട്രക്. കാരണം അവിടെ ഞാൻ കണ്ടെന്ന് വെച്ചാൽ ഭയങ്കര എമിനന്റ് പേഴ്സണാലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ നോർമലി അറിയുന്നില്ല. പക്ഷെ ഫ്ലിപ്കാർട്ടിന്റെ ഇവിടെ നിന്നുള്ളതെന്ന് വെച്ചാൽ ഷി വാസ് ആക്ച്വലി ഫ്രം കേരള. ഫ്ലിപ്കാർട്ടിന്റെ ഒരു ഹെഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരുടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ദർ ആർ മെനി സെൽഫ് മെയ്ഡ് എന്ന് വെച്ചാൽ ഇതുപോലത്തെ സ്റ്റാർട്ടപ്സ് ഒക്കെ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ടോക്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആൻഡ് അതിനോടൊപ്പം തന്നെ ഞാൻ കണ്ടെന്ന് വെച്ചാൽ എന്റെ സിമിലർ ഏജസിലുള്ള ആൾക്കാർ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ട് ഡ്യൂറിങ് ദാറ്റ് ഡേ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അന്ന് അവിടെ ചെന്നപ്പോ ഞാൻ കണ്ടെന്ന് വെച്ചാൽ എന്റെ അതേ പ്രായമുള്ളത് വെച്ചാൽ ഒരു സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഒരു ഡ്രോൺ അവൻ തന്നെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അവൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് അവിടെ എക്സിബിഷൻ ആയിട്ട് വെച്ചേക്കുകയാണ്. ആൻഡ് ഹി ആഡഡ് ഫീച്ചേഴ്സ് ഓഫ് ഹിസ് ഓൺ. അവന്റെ സ്വയമേയുള്ള ഇൻപുട്ട്, നോട്ട് ജസ്റ്റ് ഒരു എക്സിസ്റ്റിംഗ് ഒരു സംഭവത്തിനെ പറ്റി ജസ്റ്റ് ചെയ്യല്ല, അവന്റെ ഇൻപുട്സ് ചെയ്ത് അവൻ കുറെ അധികം ഇന്നോവേഷൻസ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ആൻഡ് ഐ സോ മെനി സച്ച് എന്താ പറയുന്നത് വെച്ചാൽ ഭയങ്കര റിമാർക്കബിൾ ആയിട്ടുള്ള നമ്മുടെ മൈൻഡ് ബേസ് ചെയ്തെന്ന് വെച്ചാൽ ആക്ച്വലി കണക്ടിങ് ഹെഡ്സെറ്റ് ഓർ സംതിങ് ഒരു എൻറ്റയർ ഡിവൈസ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ മോഷൻ അനുസരിച്ച് എന്ന് വെച്ചാൽ വീൽ ചെയർസ് മൂവ് ചെയ്യാൻ വെച്ചാൽ അതൊക്കെയാണ് ഒരു ഇന്നോവേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കിയത്. വീൽ ചെയർസ് മൂവ് ചെയ്യുന്നത് വി ക്യാൻ ജസ്റ്റ് ഗ്രാജുവലി സിറ്റ് ഇൻ എ ചെയർ, നമ്മൾ ഹെഡ് ഫോർവേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ മൂവ് ഫോർവേഡ്, ഇഫ് യു മൂവ് ഇറ്റ് ബാക്ക്വേർഡ് ഇറ്റ് വിൽ മൂവ് ബാക്ക്വേർഡ്സ്. അപ്പം എനിക്കതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഇന്നോവേഷൻ ആയിട്ട് തോന്നി. അപ്പം അന്ന് ഞാൻ സീരിയസ്ലി പറയാം, ദാറ്റ് ഡേ ഞാൻ വിചാരിച്ചു, ചേട്ടാ ഞാൻ ഈ കോളേജിൽ കിടന്ന് പഠിച്ചിട്ട് ഞാൻ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ശരിക്കും വന്നു. കാരണം ഐ സി പീപ്പിൾ ജസ്റ്റ് ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി. ഇപ്പം ആ ഒരു എക്സ്പീരിയൻസസ് ഒക്കെ കേട്ടപ്പോഴാണ് ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്യുന്നുള്ളത് തോന്നി. ആൻഡ് ദാറ്റ് ആക്ച്വലി പ്രോംപ്റ്റഡ് മീ ടു സ്റ്റേ ഇൻ IDC. ഇല്ലെങ്കിൽ ജസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ കോളേജിൽ കയറുമ്പോൾ ഏതെങ്കിലും ഒരു സെല്ലിൽ കയറും, അങ്ങനത്തെ ഒരു മാത്രം കാര്യമാണ്. പക്ഷേ ദിസ് ആക്ച്വലി പ്രോംപ്റ്റഡ് മീ ടു സ്റ്റേ ഇൻ IDC, ടു സ്റ്റേ വിത്തിൻ ഇറ്റ്സ് വാല്യൂസ്, അല്ലെങ്കിൽ അത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം അങ്ങനെയാണ് വന്നത്. സോ ഐ തിങ്ക് എന്ന് വെച്ചാൽ ഞാൻ ഒരു സ്റ്റാൻഡ് അലോൺ പെർസ്പെക്റ്റീവിൽ എന്നല്ല, പിന്നെ കുറച്ച് പേഴ്സണലൈസ്ഡ് ആണ്. പക്ഷേ ഐ സജസ്റ്റ് സ്റ്റുഡൻസ് ടു ആക്ച്വലി ഗെറ്റ് ഇൻവോൾവ് വിത്ത് സച്ച് സെൽസ്, അല്ലെങ്കിൽ ടു ഗെറ്റ് ഇൻവോൾവ് വിത്ത് സച്ച് സെന്റേഴ്സ്, അല്ലെങ്കിൽ ആ രീതിയിൽ അവർക്ക് എക്സ്പോഷർ കൊടുക്കുന്നുള്ള രീതിയിൽ ഭാഗമാവുക. ആൻഡ് ദർ ആർ നമ്പർ ഓഫ് വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്ന ഇവന്റ്സ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാം മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ദ മെസ്സേജ് ദാറ്റ് ഐ നീഡ് ടു ഗിവ് ടു ദ യങ്സ്റ്റേഴ്സ്. ജസ്റ്റ് ഗോ ഔട്ട് ദർ, പാർട്ടിസിപ്പേറ്റ് ആസ് മച്ച് ആസ് യു ക്യാൻ. എന്ന് വെച്ചാൽ ഒരു നോർമൽ പഠിത്തം അല്ലാണ്ട് ബാക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്തു നോക്കുക. അത് മാത്രമാണ് ശരിക്കും ചെയ്യാൻ പറ്റുന്നത്. ഗോ ഫോർ സച്ച് വർക്ക്ഷോപ്സ്, അറ്റൻഡ് ഓൾ സച്ച് സെമിനാർസ് ഓർ സംതിങ്. നമുക്ക് എവിടെ നിന്നൊക്കെ ഒരു ടൈനിയസ്റ്റ് ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ കിട്ടാമോ അതെല്ലാം ചെയ്യുക. തീർച്ചയായിട്ടും. ലൈക് മാക്സിമം എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് നമ്മൾ കോളേജ് ടൈം എന്ന് പറയുന്നത്. എക്സാക്ട്ലി, യാ. അതെ, തീർച്ചയായിട്ടും. സോ എന്തായാലും നമ്മളുടെ പോഡ്കാസ്റ്റ് എൻഡ് ചെയ്തിരിക്കുകയാണ്. സോ എനിക്ക് അച്യുതിന്റെ അടുത്ത് വളരെയധികം താങ്ക്സ് പറയാനുണ്ട്. കാരണം ഇത്രയും സമയം ലൈക് ഓൾമോസ്റ്റ് 1 hour നമുക്ക് ഒരു പോഡ്കാസ്റ്റ് എടുക്കാൻ പറ്റുന്നത് വളരെ ലൈക് ഇത്രയും സമയം നമ്മളുടെ കൂടെ ചെലവഴിച്ചതിന് താങ്ക്സ്.
ഫസ്റ്റ് ഓഫ് ഓൾ. അല്ല സീരിയസ്ലി എന്ന് വെച്ചാൽ എനിക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നേനെന്ന് വെച്ചാൽ ഞാൻ ഒരുപാടധികം സംസാരിക്കാനും അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആൻഡ് ഇഫ് ഐ ഗെറ്റ് എ പ്ലാറ്റ്ഫോം നീ ഇപ്പൊ പറഞ്ഞില്ലേ 1 മണിക്കൂർ എന്നുള്ളത്. ഐ തിങ്ക് മേ ബി ഒരു 5 ഹവേഴ്സ് ആണെങ്കിലും ഐ കൻ ജസ്റ്റ് ടോക്ക് വിത്ത് സെയിം ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ അതേ എനർജിയിൽ മേ ബി എനിക്ക് ലൈക്ക് സംസാരിക്കാൻ പറ്റും. ആൻഡ് ഐ ഫീൽ റിയലി കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ഈ ഒരു പോഡ്കാസ്റ്റിന് എനിക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ഐ ഫീൽ ഭയങ്കര ഈസി ആയിട്ടാണ് ഞാൻ ഇവിടെ ലൈക്ക് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതും. ഇവിടെ എനിക്ക് അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. എന്നെ അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്ന വേറൊരു കാര്യമില്ല. വി ജസ്റ്റ് ലൈക്ക് റാൻഡം ലൈക്ക് 2 ഫ്രണ്ട്സിന് റിയലി കംഫർട്ടബിൾ. സോ താങ്ക് യു ഫോർ കൺസിഡർ മീ ഫോർ ദിസ് എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സംസാരിക്കാൻ വേണ്ടി തന്നെ ഇപ്പൊ ഒരു നോർമൽ ഫോൺ കോൾ ആയിരുന്നെങ്കിലും ഇതുപോലെ തന്നെ സംസാരിച്ചേനെ. സോ താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ആക്ച്വലി. താങ്ക് യു. എന്തായാലും താങ്ക് യു.